ആനന്ദൻ റിയൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഗണേശൻ ഞാൻ ഇറങ്ങാണ്. എങ്ങനെ ഉണ്ടായിരുന്നടാ? അങ്ങനെ വേണം. ഡൊമിനിക് ഓർ ബേസിൽ ജോസഫ്? അനുരാഗ് കശ്യപ് ഓർ ഗീതു മോഹൻദാസ്? ഓ പാടി എനിക്കൊന്നും അൻവർ റഷീദ് ഓർ അമൽനീർ? ബേസിൽ ജോസഫ് ഓർ ബെനി ശ്രീനിവാസ്? ഇത് ഞാൻ മറ്റേ ഓപ്ഷൻ എടുക്കുക. നമ്മൾ ഗണേശനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ തരുമോന്ന് പുതിയ റൗണ്ടോ? തോമസ് പണ്ടേ സീരിയസ് ആയി. അവൻ വന്നപ്പോ തന്നെ ഇങ്ങനെ തൊമ്മ ഫോൺ എടുത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഒരു സിനിമ, ഇന്ത്യയിലെ വേൾഡില് ചിലപ്പോൾ കാണുമോ എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി അമേരിക്കയിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ കുറേ ഫോട്ടോസ് ഉണ്ട്, ഭയങ്കര രസമാണ് കാണാൻ. ആ സമയത്ത് ഇവൻ പറയില്ല, അങ്ങനെ എല്ലാം ഇങ്ങനെ പിടിച്ചു വെക്കും. ഇവൻ ആനപ്പാപ്പാനാവാൻ വേണ്ടിട്ട് ആക്ച്വലി പോയി ഏതോ പാപ്പാമാരുടെ കൂടെ നിൽക്കലും പരിപാടിയൊക്കെ ചെയ്ത് ഇവൻ ഇപ്പൊ പറഞ്ഞാൽ ആന കേൾക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു മറ്റേ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ബോളിവുഡിലെ റോഷൻ ഒന്നും ചോദിക്കുന്നില്ലല്ലേ? ഇല്ല, ഇപ്പൊ അത് മറ്റേ പാൻ ഇന്ത്യ എന്നുള്ള സാധനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ വൈബ് ഇപ്പോഴും ഉള്ളത്. ട്രെൻഡിങ് ജിമിക്കി കമ്മലൊക്കെ കയറി എന്റെ അമ്മ ലൈഫേ മാറിപ്പോയി ആ സമയത്ത് അവന്റെ. രണ്ടായിരത്തി 2025 ലാലേട്ടൻ തൂക്കിയെന്നാണ് സോഷ്യൽ മീഡിയയും മലയാള സിനിമ പ്രേക്ഷകരും കരുതുന്നത്. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ഒപ്പം 2025 തൂക്കിയ ഒരു കൂട്ടം യുവാക്കൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. നമ്മുടെ സ്വന്തം ആനന്ദം ബോയ്സ്, തോമസ് മാത്യു, റോഷൻ മാത്യു, വിശാഖ് നായർ, അരുൺ കുര്യൻ. നമസ്കാരം. ഭയങ്കര ബിൽഡപ്പ് ഫസ്റ്റ് ലൈനിൽ തന്നെ തകർത്ത് കളഞ്ഞ്. അതും മറ്റേ ഇല്ല, എന്നാലും നിങ്ങളുടെ ഒരു 2025 നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? ബിക്കോസ് നിങ്ങളെല്ലാവരും ഓരോ സൂപ്പർ ഹിറ്റ്സ്, ഇപ്പോൾ 4 സൂപ്പർ ഹിറ്റ്സ് 2025 ഇറങ്ങി. അതും 2012 ആനന്ദൻ റിലീസ് ചെയ്തത്. ഇപ്പോൾ 9 വർഷമായി. 16 പക്ഷെ 9 വർഷം കറക്റ്റാ. വർഷം തെറ്റിപ്പോയല്ലേ? 9 വർഷമൊക്കെ 9 വർഷമായി. അപ്പോൾ 9 വർഷത്തിൽ നിങ്ങൾ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ്, നിങ്ങളുടെ പല പല ക്യാരക്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരുണിൽ തുടങ്ങാം. എങ്ങനെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്ടോബർ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് പ്രതീക്ഷയില്ല ഇവിടെ ചോദിച്ചത്. ശരി, ഒക്ടോബർ ആയല്ലേ? തുടങ്ങിയുള്ളൂ, വേറെ സിനിമകളൊന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്കിത് തുടക്കുക. ഒരു വലിയൊരു സിനിമയുള്ള ലോകയുണ്ടല്ലോ. ഹാപ്പിയാണ്. വിശാഖിലോട്ട് വരുമ്പോഴേക്കും ഓഫീസ് റൂം ഡ്യൂട്ടി, അതിൽ ഗംഭീരമില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വിശാഖ് നായരായിരുന്നു ഓഫീസ് റൂം ഡ്യൂട്ടിയിൽ. എന്ത് തോന്നുന്നു ഇപ്പോൾ ആനന്ദത്തിൽ നിന്ന് ഓഫീസ് റൂം ഡ്യൂട്ടിയിലോട്ടേക്ക് എത്തി? അതൊരു നീണ്ട യാത്രയായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഫൈനലി കിട്ടിയത് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. നല്ലൊരു വെയിറ്റ് ചെയ്തതിനൊരു എന്താ പറയുക, ഒരു ബോണസ് പ്രൈസ് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. 2025 ഹാസ് ബിൻ ഗുഡ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ. ഇത് പക്ഷേ ആകെ ഒരു പടം ചെയ്തോളൂ ഈ വർഷം, പക്ഷേ ചെയ്യുന്ന പടം അടിപൊളിയാണ്. ചെയ്ത പടം ഒരു രക്ഷയിലായിരുന്നു. അതെ, അല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇൻ ഓൾവേസ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് സിനിമകളും അതിന് ആ ഒരു എന്താ പറയുക, റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹൈയിലാണ് ഈ വർഷം. റോഷനിലേക്ക് വരുമ്പോഴത്തേക്കും റോന്ത് ഭയങ്കരമായിട്ട് ആൾക്കാരിൽ സിനിമ കണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായി ഹോണ്ട് ചെയ്ത രീതിയിൽ അത്രയും അടിപൊളിയായിട്ട് അഭിനയിച്ച് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണത്. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. റോന്ത് ഒരുപാട് ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ ഒരുപാട് നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നടത്തിയെടുത്ത സിനിമയാണ് ഞങ്ങളെല്ലാവരും കൂടെ, ടീമിലുള്ള എല്ലാവരും കൂടെ. അല്ലാതെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ ഒരു ലാസ്റ്റ് മിനിറ്റ് എൻട്രി ആസ് എൻ ആക്ടർ ഒന്നും ആയിരുന്നില്ല. റോന്തിലൊക്കെ ഞങ്ങളെല്ലാവരും ആദ്യം മുതലേ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ ആൾക്കാർ കണ്ടിട്ട് ബേസിക്കലി ജനങ്ങൾ ആ സിനിമ ഏറ്റെടുത്തപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. തോമസിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ്റെ മകനായിട്ട് തുടരിലെത്തി. എങ്ങനെ തോന്നുന്നു? ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിച്ചു. ഇപ്പോൾ ഒരുപാട് കുടുംബ പ്രേക്ഷകർക്കൊക്കെ ലൈക്ക് എനിക്ക് തോന്നുന്നു ആനന്ദത്തിൽ അതിൽ കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു തോന്നുന്നു. വേറൊരു ഓഡിയൻസിലേക്ക് പയ്യെ ടാപ്പ് ചെയ്ത പോലെ തോന്നി. ഇപ്പം ആനന്ദത്തിന്റെ ഒരു ക്രൗഡ് ഇപ്പം കുറച്ചുകൂടിയൊക്കെ പ്രായമല്ലോ ഈ പറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പം ഞാനൊരു പെട്രോൾ പമ്പിൽ പോയപ്പോൾ അവിടുത്തെ പെട്രോൾ അടിക്കാൻ നിന്ന് ചേച്ചി കുറച്ച് പ്രായമുണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ
പവിയില്ലേ ഞാൻ താത്തി അവിടുത്തെ ആൾക്കാരെ വിളിച്ച് അവിടെ മുന്നിൽ നിന്ന് ഫോട്ടോ അപ്പൊ അങ്ങനത്തെയൊക്കെ വേറൊരു പ്രായമാണ്. ആനന്ദ് ഒരിക്കലും പുള്ളിക്കാരിയുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഭയങ്കര എല്ലാ രീതിയിലും. പിന്നെ ഈ 4 സിനിമകളിൽ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ ആർക്കെങ്കിലും? ആർക്കും അറിയത്തില്ല. അത് ഈ മറ്റേ ഏതാടാ? 4 സിനിമയുടെ 3 പേരല്ലേ? അതെ, മൂന്ന് പേര് 4 സിനിമകളുണ്ട്. അതല്ല. അതില് ഞങ്ങള് 3 പേരും അതിലെ ഒരുമിച്ച് അവൻ മാത്രം അതിൽ അരുൺ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ, ബാക്കി ഓക്കെ തൽക്കാലം അങ്ങനെ പോട്ടെ. അത് ജസ്റ്റ് മിസ് ആണ് തോന്നുന്നല്ലേ? പിന്നെ ഇവര് രണ്ടുപേരും ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും മമ്മൂക്കയുടെ മമ്മൂക്കയോട് വേറെന്ത് പ്രത്യേകതകള്? വേറെ പ്രത്യേകത 4 സിനിമ സൂപ്പർ ഹിറ്റ് ആയി എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അതൊരു പ്രത്യേകത. ഈ 3 പേരും മരിച്ചു. മരിച്ചു. നമുക്ക് പഴയ ആനന്ദം മെമ്മറീസിലോട്ടൊന്ന് പോയാലോ? കാരണം ആനന്ദ് ഇപ്പോൾ ഇറങ്ങിയിട്ട് 9 വർഷമായി, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഫസ്റ്റ് ഒരു നിങ്ങൾ ആ ഫസ്റ്റ് സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഉള്ള പോലെ ഡിഫറൻസ് ആണല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? എവിടെ വെച്ചിട്ടാണ് നമ്മി കാണുന്നത് ആദ്യം? നമ്മൾ മറ്റേ ലൈറ്റ് ഹൗസ് ഞങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങളെല്ലാവരും കാണുന്നപ്പം ആദ്യത്തെ ഒരു 3-4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രേക്ക് ദി ഐസ് ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അവിടെ വെച്ച് നമ്മളെല്ലാരും കൂടെ മറ്റേ I-20 കയറി ചുറ്റുന്നതാണ് എനിക്ക് ഓർമ്മ. റോഷനാണോ നിങ്ങൾക്ക് രണ്ടുപേരും ഐറ്റൻറ്റീസ് ആയിരുന്നു അന്ന്. അപ്പൊ അതില് ഞങ്ങൾ I-20 ഉണ്ട്, എനിക്കുണ്ട്. പക്ഷെ ഞാൻ എച്ച് ചെയ്തുകൊണ്ടേ വണ്ടി എടുക്കാറില്ല. ഞങ്ങൾ ബോണ്ടിങ് സെഷൻ എന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടിയിൽ ജംഗിൾ ബുക്ക് കാണാൻ പോകുന്നു. നമ്മള് ലുലുവില് പോയിട്ട് ഓർമ്മയില്ലേ? ലുലുവില് പോയിട്ട് നമ്മള് അന്ന് റോഷൻ എല്ലാരും ആ സമയത്ത് റോഷൻ എല്ലാരും തിരിച്ചറിഞ്ഞായിരുന്നു. ഓൾറെഡി 2 പടം ശരി, റോഷൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടോ? പുതിയ നിയമം. കുറെ പിള്ളേര് വന്നു. പുതിയ അടികപ്പിയെ കൂട്ടുമണി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രേംരാജ് എന്ന് പറഞ്ഞ ഗണേഷ് രാജായിട്ടുള്ളൊരു എങ്ങനെയുണ്ട് ഫസ്റ്റ് നിങ്ങളെ എങ്ങനെയാണ് പുള്ളി സെലക്ട് ചെയ്തത്? ഒരു 4 കഥയാ ഓഡിഷൻസ് പല. നിന്റെ അല്ലേ ആദ്യത്തെ? എന്റെ തോമസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആനന്ദത്തിലേക്ക് ബാംഗ്ലൂർ. അപ്പം അവിടെ എന്റെ കോളേജിൽ ഇങ്ങനെ ഓഡിഷൻസിന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഫ്ലയേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ആവുന്നുണ്ടായിരുന്നു. ഇത് കുറെ പ്രാവശ്യം പറഞ്ഞ കഥയാണ്. പക്ഷെ അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ, അവൻ നന്നായിട്ട് അഭിനയിക്കും തിയേറ്ററിലൊക്കെ, അപ്പൊ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് അങ്ങ് പോയി. എന്തോ സമയം അത് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അടുത്താണ് വന്നത്. അപ്പം അന്ന് ഓഡിഷൻ ചെയ്തപ്പം എനിക്കങ്ങനെ കിട്ടിയില്ല. പിന്നീട് എന്തോ ഇങ്ങനെ ഭയങ്കര കോയിൻസിഡൻസുകളാണ്. അപ്പം പിന്നീട് ഞാൻ ഗണേഷ് ചേട്ടനെ ഭയങ്കര യാദൃശ്യമായി കണ്ടു. അപ്പം പിന്നെ ഒരു ഓഡിഷന് പോയി, അത് വർക്കായി. പിന്നെ അങ്ങനെ ഇവിടെ റോഷൻ അപ്പോൾ ഇങ്ങോട്ട് വന്ന് എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ഇവര് ഓഡിഷൻ നടത്തിയൊന്നും അഭിനയിച്ചൊരു അല്ല, ആ സിനിമകളൊക്കെ ഇവര് ഓഡിഷൻ നടത്തുന്ന സമയത്തേക്ക് എനിക്ക് തോന്നുന്നു പുതിയ നിയമം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അടിയപ്പേരാണ് ആദ്യം റിലീസായത്. 2 ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഈ രാകേഷ് മൺടോടി എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റർ ഉണ്ട്. രാകേഷ് ആയിട്ടുണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു ഫേസ്ബുക്കിൽ. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് ആൾക്കാർ ഒരു പടം ചെയ്യുന്നുണ്ട്, അവരിവിടെ കുറച്ച് കോളേജസിലൊക്കെയാണ് ഓഡിഷൻ ചെയ്യുന്നത്, പക്ഷെ നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഓഡിഷൻ സെറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ എനിക്ക് ഗണേശേട്ടനും ടീം, ഞങ്ങളുടെ ക്യാമറ ടീമിൽ അബി എന്നൊക്കെ പറഞ്ഞിട്ട് അബിയും ഗണേശനും കൂടെ വന്നിട്ട് ഒരു ഓഡിഷൻ ചെയ്യുമായിരുന്നു. അബിയാണ് എൻ്റെ കൂടെ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഓഡിഷൻ ചെയ്തു. പിന്നെ ഗണേശൻ ഓക്കെ ഇഷ്ടമായി, ഓൾമോസ്റ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും കോൾ വന്നു. വിശാഖിലേക്ക് ഞാൻ ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. എന്നിട്ട് പഠിക്കുമായിരുന്നില്ല, ജോലി എടുക്കുമായിരുന്നു അവിടെ. അതിൻ്റെ കൂടെ കുറെ തിയേറ്ററും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെയുള്ള കുറച്ച് തിയേറ്റർ ഗ്രൂപ്പ്സിലേക്ക് ഗണേശനും ടീംസൊക്കെ ഇങ്ങനെ ഓഡിഷൻ കോൾസ് അയച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് വീഡിയോ കോൾ അല്ലെങ്കിൽ റെക്കോർഡിംഗ് വഴിയാണ് ആദ്യത്തെ ഒരു ഇൻട്രാക്ഷൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലൈറ്റ് ഹൗസിൽ വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്ക് ഈ പറഞ്ഞ ഒരു ഗ്യാങ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സ്റ്റെപ്പ് കൂടെ കുറച്ച് സീൻസ് ഒക്കെ നമ്മൾ 1-2 നമ്മൾ സെലക്ട് ആയോ ഇല്ലയോ എന്നുള്ളൊരു മോഡിലായിരുന്നു. അല്ല, അപ്പൊ വേറെ കുറെ പേരുണ്ടായിരുന്നു ആക്ച്വലി? ഇല്ല, ഞങ്ങൾ സെലക്ട് ചെയ്തവര് മാത്രം. പക്ഷെ ഐ തിങ്ക് ഫൈനലി ഒരു ദിവസം ഒരു ഫോട്ടോ എടുത്ത് അവിടെയാണ് ഫൈനലി എന്നായി. അരുണിന്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥ ആക്ച്വലി. പക്ഷെ കുറെ ഇന്റർവ്യൂസ് പറഞ്ഞുള്ളൂ. ഞാൻ AD ആയിരുന്നു, ചില ആഡ് ഫിലിംസ് ഒക്കെ ബോംബെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് മലയാള സിനിമയിൽ എങ്ങനെയും ഒന്ന് അസിസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉള്ളിൽ അഭിനയിക്കണമെന്നുണ്ട്, പക്ഷെ അതിലേക്ക് കയറാനുള്ളൊരു വഴി എനിക്ക് അറിയത്തില്ലായിരുന്നു. ആരെയും അങ്ങനെ പേഴ്സണലി അറിയില്ല. അപ്പം ഞാൻ ആനന്ദ് സി ചന്ദ്രൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിരുന്നു, ആനന്ദ് ഞങ്ങളുടെ. അപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഏതെങ്കിലും സിനിമയിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻസ് നടക്കുന്നുണ്ട് ബാംഗ്ലൂരിലൊക്കെ. അപ്പോൾ ഇങ്ങനെ എനിക്കൊന്ന് അസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു.
പുള്ളി പറഞ്ഞു അസിസ്റ്റൻസ് അല്ല, പുതിയ ടീമാണ്, ഞങ്ങളെല്ലാം പുതിയ ബോയ്സ് ആണ് ഇൻക്ലൂഡിങ് ദ ഡയറക്ടർ. അപ്പം ഞങ്ങൾ പക്ഷെ ഒരു മെയിൽ ക്യാരക്ടറിനെ ഇങ്ങനെ ആക്ടറിനെ ഇങ്ങനെ നോക്കുകയാണ്. ഇനി ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും, ഇങ്ങനെ 18 to 22 years അങ്ങനെ. അപ്പം ഞാൻ തന്നെ പോയി താടി പോയി ട്രിമ്മൊക്കെ ചെയ്ത് ചുമ്മാ ഒരു ഫോട്ടോ അയച്ചാൽ എന്താ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ട അങ്ങനെ ഫോട്ടോ അയച്ചു. എന്നെ ഓഡിഷന് ഗണേശേട്ടൻ വിളിച്ചിരുന്നു. അപ്പം ആദ്യത്തെ ഓഡിഷൻ ഭയങ്കര ബോറായിരുന്നു, പിന്നെ രണ്ടാമത്തെ ഓഡിഷൻ ബോറായിരുന്നു. പക്ഷേ തേർഡ് റൗണ്ട് എന്തോ എവിടെയോ ഗണേശേട്ടൻ എന്തോ വർക്കായി. അപ്പം തേർഡ് റൗണ്ടിൽ കിട്ടി. വലിയ കഥയാണ്, പക്ഷെ പിന്നെ പറഞ്ഞു ഇവര് ഭയങ്കര രസമായിട്ട് ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് ഓഡിഷനിൽ എഫേർട്ട് ഇട്ടായിരുന്നു. എന്നുവെച്ചാൽ ആ സമയത്ത് ഇപ്പൊ നടക്കുന്ന പോലെ ഒരു ഓഡിഷൻ കൾച്ചർ ഒന്നും ഇല്ല. വളരെ കുറവ് സിനിമകൾ, എനിക്കും നമ്മുടെ പടം, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്കമാലി ഡയറീസ് ഒക്കെയാണ് സമയത്ത്. അപ്പൊ ഈ ഗണേശൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി സ്ഥലങ്ങളിൽ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു. ഇവരുടെ കോളേജിലൊക്കെ കയറി ഇറങ്ങി നടന്നു. അന്നുവിനെ അവിടുന്ന് തന്നെ കിട്ടിയത്. ഗണേശനെ കാണുമ്പോ സിദ്ധിനെ അല്ല അവിടെ നിന്നല്ല വേറെ വേറെ ജൂനിയർ ആയിരുന്നു സിദ്ധി. ഭയങ്കര താഴെ, പക്ഷെ ജൂനിയർ ആയിരുന്നു സ്കൂളിൽ. നിങ്ങളുടെ ഒരു പേരിനൊരു ഇപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ട്, അതറിയാലോ അല്ലേ? നിങ്ങളുടെ ലൈക്ക് മറ്റേ ആനന്ദത്തിലെ പാട്ടും ഇതൊക്കെ വെച്ച് സ്റ്റാറ്റസ് ഇടുന്ന പിള്ളേർ ഇപ്പോഴും ഉണ്ട്. പിന്നെ ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരിക്കുമ്പോൾ ആ പാട്ടാ കേൾക്കുന്ന എനിക്ക് തോന്നുന്നു. എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ. അതുപോലെ ഈ ആനന്ദം ബോയ്സിനെ പറ്റി ഇപ്പൊ ചോദിച്ചു, ഇപ്പൊ ഗേൾസ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ നിങ്ങളും കോണ്ടാക്ടിലുണ്ട്? പിന്നെ എല്ലാവരും കോണ്ടാക്ട് അനാർക്കലി ഇപ്പോഴും ഉണ്ട്. Annu, she wants to do films, പക്ഷെ അതേ സമയത്ത് she also likes yoga and കളരി, ഒരു തിയേറ്റർ അങ്ങനത്തെ ഒരു നമ്മളിലെ ഏറ്റവും പ്യോർലി ആർട്ടിസ്റ്റിക് എന്ന് പറയുന്ന ഒരാള് അനു ആന്റണിയാണ്. സിദ്ധി കോർപ്പറേറ്റ് ഒരു ആംഗിളിൽ അങ്ങനെ വർക്ക് ചെയ്യുക ബാംഗ്ലൂർ. ഫിലിംസിലോട്ടൊന്നും ചെയ്തിരുന്നു, സിനിമ ചെയ്തിരുന്നു. പിന്നെ സർദാർ മാസിയുടെ പേര് അപ്പൊ ഈ ആനന്ദം സിനിമയിലെ കുറച്ച് ഡയലോഗുകൾ ഞാൻ പറയാം. ഫിലിം ലൈൻസ് പോലെ ഇപ്പൊ വരുന്ന ക്യാരക്ടർ ഇപ്പൊ ഞാൻ കുപ്പിയുടെ ഡയലോഗ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒരു ഡിഫറൻസ് ആയിട്ട് ഞാൻ ചോദിക്കും. ജസ്റ്റ് പറയാൻ പറ്റും നോക്കിയാൽ മതി. അവിടെ തുടങ്ങാം. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്തെങ്കിലും ആവശ്യം. വരുണോട് ഞാൻ ചോദിക്കുന്നത് ചിലപ്പോ കുപ്പിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിന്റെ ആയിരിക്കാം, ക്യാരക്ടേഴ്സിന്റെ ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനെ കണ്ണി കണ്ട ആമ്പിള്ളേരെ പോലെ ഇഷ്ടമുള്ള പെണ്ണിന്റെ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിച്ച് ഡാഷ് ഡാഷ് ഡാഷ്. എന്ത് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. വ്യത്യാസമുണ്ടോ? പറയുന്ന എല്ലാം എനിക്ക് ഓർമ്മ, പക്ഷെ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. അങ്ങോട്ട് മെസ്സേജ് കണ്ണി കണ്ട ചെക്കന്മാരെ പോലെ അങ്ങോട്ട് മെസ്സേജ് അയച്ച് കണ്ണി കണ്ട ചെക്കന്മാരെ പോലെ ഇഷ്ടമുള്ള പെണ്ണിന്റെ നമ്പർ എവിടുന്നേലും ഒപ്പിച്ച് അങ്ങോട്ട് മെസ്സേജ് ഞാൻ അവിടെ ഡാഷ് ഡാഷ് ഇട്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എവിടുന്നേലും ഒപ്പിച്ച് ഡാഷ് അങ്ങോട്ട് മെസ്സേജ് എനിക്ക് ചീപ്പ് പരിപാടി ഉണ്ടല്ലോ, അതിന് എന്നെ കിട്ടത്തില്ല. കിട്ടില്ല. റോഷൻ സോറി കേട്ടോ. ആ മെമ്മറി പവർ പോലുള്ള റോഷൻ തോന്നുന്നു. ഇത് മാത്രമേ എനിക്ക് കിട്ടുന്ന. ഓക്കെ, ഞാൻ വിശാഖനോട് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ആകെ 3 ഡയലോഗ് എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ചോദിക്കട്ടെ. സത്യം പറയണം, നിനക്ക് ഇഷ്ടമാണോ ഞങ്ങളുടെ പാട്ട് ഡാഷ്? സത്യം പറയണം, നിനക്ക് ഇഷ്ടമാണോ ഞങ്ങളുടെ പാട്ട്? കോമാ ഗൗതം അല്ല സത്യം പറയണം, ഡാഷ് അവസാനം. സത്യം പറയണം, നിനക്ക് ഇഷ്ടമാണോ ഞങ്ങളുടെ പാട്ട് ഡാഷ്? അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇതിന് മറുപടി അല്ലേ വേണ്ടത്? ഇത് നീ തന്നെയല്ലേ പറയുന്നത്? വരുണ്ട ക്യാരക്ടർ. ഓക്കെ, ഇനി റോഷനോട് ചോദിക്കാം. റോഷൻ ഒബ്വിയസ്ലി പറയുമായിരിക്കും. ഞാൻ അല്ലെങ്കിലും അപ്പുറത്തെ കറക്റ്റ് ആയിട്ട് പറയാം. എന്റെ ഇത് വരുമ്പോ ചിലപ്പോ ഞാൻ എന്തിനാ ഐവിക്ക് വന്നത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഡാഷ് ഡാഷ്. നിങ്ങളൊക്കെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാനാണ്, നിങ്ങളുടെ കൂടെ പക്ഷെ ഒരു ഏകദേശം എത്തി, ഫീലിംഗ് കിട്ടി. അത് കിട്ടി. സത്യം പറഞ്ഞാൽ നമ്മുടെ ബാൻഡിന്റെ പാട്ടൊക്കെ ബോറാ, പെറ്റതള്ള സഹിക്കില്ല ഡാഷ്.
ഓ ഇത് ടഫാണ്. ഇത് എനിക്ക് പോലും ഓർമ്മയില്ല എന്റെ ഡയലോഗ്. ഗൗതം പറയുന്ന ഡയലോഗ് ഒന്നുകൂടെ പറയാ. സത്യം പറയാൻ നമ്മുടെ ബാൻഡിന്റെ പാട്ടൊക്കെ ബോറാ, ഇട്ട് തള്ള സഹിക്കില്ല. ഡാഷ് അതിനുള്ള ഉത്തരാണോ? അല്ല, അത് കഴിഞ്ഞിട്ട് ബാക്കിയൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു പറഞ്ഞോ കുറച്ചുകൂടെ പറഞ്ഞോ. നീ ഇപ്പോൾ ഫൈനൽ ഇയർ അല്ലേ? ഡാഷ് ഡാഷ്. അന്നും ഇപ്പൊ ഫൈനൽ ഇയർ അല്ലേ? വേറെ ഒരു ക്ലൂ ഇവനോട് പറയുന്നതായിരിക്കും. മറ്റേ ഓസ്റ്റിനോട് പറയുന്നത് നീ ഇപ്പൊ ഫൈനൽ ഇയർ അല്ലേ, പഠിച്ചതല്ലേ, അങ്ങനെ എന്താണോ? അല്ല, അവനെ കുറിച്ച് ഉപദേശിച്ചു. ടഫാണ് ഇത്, എനിക്ക് പോലും ഓർമ്മ കിട്ടുന്നില്ല. ഇല്ല, നീ ഇപ്പോൾ ഫൈനൽ ഇയർ അല്ലേ, എന്തെങ്കിലുമൊക്കെ പ്ലേസ്മെന്റ് വാങ്ങി രക്ഷപ്പെടാൻ നോക്കും. അയ്യോ ഡാർക്ക്, അതാ ഓർക്കാൻ. പഴയ ഓർമ്മകളിലോട്ട് പോയാലേ. ഇപ്പൊ ബാക്കിയുള്ള ഗ്യാങ് ആയിട്ടുള്ള നിങ്ങൾ കമ്പനി ഉണ്ട് ഇപ്പൊ, ലൈക്ക് കുറെ ഒരു ക്ലാസ് റൂം മൊത്തമുള്ള നിങ്ങൾ ടൂർ പോകും. ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഗ്രൂപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. അതെ, അത് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ ഒരു പടക്കത്തിനങ്ങ് തീ കൊളുത്തും, പിന്നെ അത് കുറച്ചു നേരത്തേക്ക് നിന്ന് പൊട്ടും. ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിലോ ഒരു സിനിമ ഇറങ്ങാനുണ്ടെങ്കിലോ കല്യാണം. ഓക്കെ, ഞാൻ ഔട്ട് ഓഫ് ആനന്ദം വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോ 2025 4 സിനിമകൾ നിങ്ങൾ 4 പേരും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾ എങ്ങനെയാണ്? സന്തോഷം തോന്നുമ്പോൾ വിളിച്ചു പറയുമല്ലേ? അപ്പോൾ തുടരും. ഇപ്പൊ തോമസ് ചെയ്തു, നിങ്ങൾ ലൈക്ക് എന്തായിരിക്കും പറഞ്ഞത്? ഓ ഇത് പേഴ്സണലാണ്. ആക്ച്വലി പറഞ്ഞത് ഇവിടെ പറയാൻ പറ്റൂല. അത് പറയാൻ പറ്റൂല, കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞോളൂ. ബേസിക്കലി ഇപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും ആനന്ദം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വേറെ വേറെ ട്രജക്ടറീസ് ആയിരുന്നു. യുനോ, ഒരാളുടെ ജേർണി മറ്റേ ജേർണിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ 2025 ഫോർ സം റീസൺ എല്ലാവരുടെയും ജേർണിയിൽ ഒരു ചെക്ക് പോയിന്റ് ആയിരുന്നു. ഇനിയും കുറെ ഉണ്ട്. കോയിൻസിഡൻസ് ആയിരിക്കാം, നിമിത്തമായിരിക്കാം, പക്ഷേ അധികം കണ്ടിട്ടില്ലാത്തൊരു കോയിൻസിഡൻസ്. അങ്ങനെ ഞാൻ നേരത്തെ അതിനോടും പറയാറുണ്ട്, ഒരുപാട് ഗ്യാങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് മലർവാടി ഒരു ഗ്യാങ് ഉണ്ട്, പക്ഷെ ഇതുപോലൊരു ഉണ്ടായിട്ടില്ല. എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം 2025 പറ്റിയിട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഇൻ എ വേ ഇപ്പൊ ഈ ഇന്റർവ്യൂ നടക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഇറ്റ് റിയലി ഡിഡ് ബ്രിങ് us ബാക്ക് ടുഗദർ. ആക്ച്വലി എല്ലാരും കൂടെ ഒരുമിച്ച്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇക്വേഷൻസ് നമുക്കുണ്ട്. ആൻഡ് ഇപ്പൊ എനിക്കറിയാം, ഞാൻ ഇപ്പൊ ഇവന്റെ അടുത്ത് ഞാൻ 2 കൊല്ലം സംസാരിച്ചില്ലെങ്കിലും ഞാൻ അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതൊന്നും ഇരിക്കില്ല, അല്ലെങ്കിൽ എന്താടാ ആരാ നീ എന്നുള്ള മൂടൊന്നും പിടിക്കില്ലെന്ന് എനിക്കറിയാം. ചിലവര് ഫോൺ എടുക്കാതിരിക്കും. അതുപോലും അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ട് സാധാരണ എല്ലാ ഗ്രൂപ്പിലും ഞാനാണ് ആ ട്രോഫി. പക്ഷെ ഇവിടെ ഞാൻ വിളിച്ചപ്പോഴും ഞാൻ അല്ലേ ഞാനും വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് 2025 എനിക്ക് ഏറ്റവും സന്തോഷം, ഞങ്ങള് എങ്ങനെയൊക്കെയോ ലൈക്ക് ഈ ഗ്രൂപ്പ് പിന്നെ ഓൺ ആയതുപോലൊരു ഫീലിംഗ്. അത് പടങ്ങൾ ഹിറ്റ് ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല. ഇപ്പൊ ഞങ്ങള് ഓരോരുത്തരുടെ ജേർണീസ് ഫോളോ ചെയ്യുന്നത് വിശാഖ് പറഞ്ഞ പോലെ ഭയങ്കര ഡിഫറെന്റ് ആയ എല്ലാവരുടെയും. ആൻഡ് ത്രൂ സക്സസസ് ആൻഡ് ഫെയിലിയേഴ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നല്ല പരിപാടി കാണുമ്പം വിളിച്ചിട്ട് കണ്ടു അടിപൊളിയായിരുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ആക്ച്വലി ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ല, വെയിറ്റ് ഇറ്റ് ഔട്ട്, വേറെ എന്തെങ്കിലും ഒരു പരിപാടി വരും, അല്ലെങ്കിൽ ഇത് ഓക്കെ നീ നല്ല വർക്ക് ചെയ്തു പക്ഷെ ആരും കാണാതെ ആ പടം പോയി, സാരമില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കരിയറിന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത ദിവസം ഈ പറഞ്ഞ ആളായിരിക്കും കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നത്, അപ്പം മറ്റേ ആളായിരിക്കും തിരിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെയാണ്, കുറച്ച് സമയം കഴിഞ്ഞ ഈ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇത് ഇങ്ങനൊരു സംഭവം ഈ ഒരു വർഷം ഉണ്ടായത് കൊണ്ട് അതില്ലാണ്ടാവാനൊന്നും പോകുന്നില്ല. സെറ്റ് ഒന്നും ആയില്ല കേട്ടോ, ലൈഫൊക്കെ സെറ്റ് ആയി, ഇൻഡസ്ട്രി ആയിട്ട് അങ്ങനൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഫ്രണ്ട്സ് ഇപ്പൊ തമാശയൊക്കെ പറഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി എന്താ പോലും അറിയത്തില്ല. ലൈക്ക് എല്ലാവർക്കും അവരുടേതായ ആക്ടിങ് ഓർ സിനിമ ഇസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഓൾവേസ് ഹാസ് ഒരു സോർട്ട് ഓഫ് എന്താ പറയാ അൺസർട്ടനിറ്റി. അപ്പം അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഞങ്ങളാലും ഇപ്പൊ ഇവരാണേലും എല്ലാവരും സിനിമ ഇസ് ലൈക്ക് ദാറ്റ്. സിനിമയിൽ എനിക്കൊന്നും എല്ലാ ഫീൽഡിലും ബിക്കോസ് നമ്മൾ കോൺസ്റ്റന്റ്ലി ജഡ്ജ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ സക്സസസ് ആൻഡ് ഫെയിലിയേഴ്സ് ഭയങ്കര പബ്ലിക് ആണ്. ഇപ്പോ റോട്ടിൽ കൂടെ ഇപ്പൊ ഒരു പടം പൊട്ടി അതുകൊണ്ട് നമ്മൾ റോഷൻ കഷ്ടപ്പെട്ട് 6 മാസമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നാടകത്തിന് വേണ്ടിയാണ്. അതിനുള്ള പ്രെപ്പ് വേറെ ആയിരിക്കും. ഇതിപ്പോ പുറത്തുകൂടെ നമ്മള് ജോലിയൊന്നും ആയില്ലേ, അടുത്തത് ഏതാ ചോദിക്കുന്ന ആൾക്കാർ തീരെ കുറവാണ്. അപ്പൊ പക്ഷെ എന്നാ when you have friends like these at least ചോദിക്കും ഇനി ഇപ്പൊ എന്താ what are you working on ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതിപ്പോ വിശാഖിന്റെ ഒരു
ജേർണി എടുക്കുവാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ആനന്ദത്തിലൊരു ഒരു കോമഡി ക്യാരക്ടറാണ്. കോമഡി എന്നാലും അതിനകത്ത് ഒരു Humor. ലേയേഴ്സ് ഉണ്ട്. ബട്ട് ഈ 9 Days വിശാഖ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഡൺ മെനി റോൾസ്. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു വില്ലൻ പരിപാടികൾ പിടിച്ചു. ഹിന്ദി ചെയ്തു. ഹിന്ദി ബോളിവുഡിൽ കങ്കണയുടെ കൂടെ ഒരു സിനിമ ചെയ്തു. പിന്നെ ഫുട്ടേജ് എന്നൊരു സിനിമ ചെയ്തു. ലൈക്ക് ദാറ്റ്സ് മൈ ഫേവറേറ്റ് ഫിലിം. നമ്മളന്ന് ഇന്റർവ്യൂ എടുത്തിരുന്നു അതിന് സമയത്ത്. അപ്പോൾ എന്ത് തോന്നുന്നു അങ്ങനെ ഒരു ചേഞ്ച് എല്ലാവരും പിടിക്കുന്നത്? ഇപ്പോൾ റോഷൻ ഓൾറെഡി ഇപ്പോൾ ചേഞ്ച് പിടിക്കുന്നുണ്ട്, ഒരു പല റോൾ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം ഇത് തന്നെയാണ്. ഇവൻ തന്നെ പറയുകയാണെങ്കിൽ ഐ തിങ്ക് വൺ ഓഫ് ദ തിങ്സ് ഹീൽ ബി പ്രൗഡസ്റ്റ് അബൌട്ട് ഹിസ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇവൻ എക്സിറ്റിനെ പറ്റി സംസാരിച്ചു, ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ കണ്ടിട്ടില്ല അധികം ആൾക്കാരും. ഞാനും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല ഈ പരിപാടി. നല്ല പണിയെടുത്ത പടമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വെച്ച് പറ്റുന്നത്രയും ചേഞ്ചസ്, പരിപാടി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഏറ്റവും വേരിയഡ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ തന്നെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോറിനകത്ത് തൊമ്മ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബിജോയ് നമ്പ്യാർ പടത്തിന് ഫുള്ള് ലുക്കൊക്കെ മാറ്റി ഫസ്റ്റ് ഫ്രെയിം വരുമ്പോ തന്നെ മറ്റേ കട്ട ബാഡ് ബോയ് അത് കണ്ടിട്ട് ഞാൻ വിളിച്ചായിരുന്നു തന്നെ. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം വരുന്ന ഓപ്പർച്യൂണിറ്റീസിനകത്ത് നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്ന പറ്റുന്നത്രയും വെറൈറ്റി. അങ്ങനെ എനിക്ക് തോന്നിയൊരു ചെയ്ത് മറ്റേ ഡിയർ ഫ്രണ്ടിൽ ചെയ്തില്ലായിരുന്നു, അത് കണ്ടിട്ടൊന്ന് എല്ലാ ആക്ടറിന്റെയും വേഴ്സ് ഫിയർ ആണ് ബ്രോ അത്. അതായത് ഒരു ബോക്സിൽ നമ്മളെ ഇങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് അല്ലേ? ഐ മീൻ ഇറ്റ് മേക്സ് ഇറ്റ് വെരി സ്കാരി. ഇപ്പൊ തോമസിനും ഒരു പക്ഷേ ആനന്ദം കഴിഞ്ഞിട്ട് യു ആർ ദ ക്യൂട്ട് ബോയ് അതിൽ നിന്ന് ഇറങ്ങാൻ പാടാണ്. അപ്പോ ഇറ്റ്സ് വെരി ട്രിക്കി. ഇനിയിപ്പോ ചിലപ്പോ ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തോന്നും ഒന്ന് ബ്രേക്ക് എടുത്ത് റീഇൻവെന്റ് ചെയ്യണം. ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ വേൾഡ് ഹാവ് ഡൺ ദാറ്റ്. കൺസിസ്റ്റന്റ്ലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈവൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ലെജൻസ് ആണെങ്കിൽ പോലും. So I think all actors ആ ഒരു ജേർണി ഫേസ് ചെയ്യും. And it's important to keep changing. പിന്നെ ഇപ്പോൾ റോഷൻ സിനിമയുടെ ഇടയിലൂടെ തന്നെ തിയേറ്റർ പ്ലേ ചെയ്യാറുണ്ട്. ബൈ ബൈപാസ് അല്ലേ? അത് നിങ്ങളെല്ലാം കണ്ടിരുന്നു? പിന്നെ ഞാൻ കണ്ടിട്ടില്ല. തൊമ്മ ഫോൺ എടുത്തില്ല. ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് കേട്ടോ. തോമസ് കണ്ടു. തിരിച്ചു വിളിച്ചായിരുന്നു. ഇപ്പൊ ഭയങ്കര പക്കയാണ്. അപ്പൊ റോഷൻ ഒരു സിനിമ ഒരു ഫിലിം സ്റ്റാർ എന്നുള്ള ഇതിൽ മാറ്റിയിട്ട് വെരി ഗുഡ് ഡയറക്ടർ. ഞാനോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് യു ഷുഡ് ഡയറക്ട് എ ഫിലിം. ഐ എം ഷുവർ ഹി വിൽ ഇൻ ദ ഫ്യൂച്ചർ. അവൻ മോർ ദാൻ സിനിമ ആയിട്ടില്ല എന്നാലും അവന്റെ പ്ലേ ഡയറക്ഷൻ അടിപൊളിയാണ്. ഇതിനു മുമ്പേ അവൻ വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞൊരു പ്ലേ 2018-19 ചെയ്തിരുന്നു. അപ്പം എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് രണ്ടും രണ്ട് സെറ്റിംഗ് ആണ്. ഈ പ്ലേ ഭയങ്കര രസമായിരുന്നു. ഈ ഇതിപ്പോ കണ്ടവരുണ്ടാവും. പക്ഷെ ഒരു സീക്വൻസ് ഉണ്ട് വേർ ഇറ്റ്സ് ആക്ച്വലി ഒരു ഹൈ സ്പീഡ് ചേസ്. ഒരു സ്കൂട്ടറും ഒരു ബസ്സും തമ്മിൽ. അതിൽ വേറെ വളരെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സെറ്റാണ്. പക്ഷെ യൂസിങ് ലൈറ്റിംഗ്, സൗണ്ട്, കൊറിയോഗ്രഫി, ബ്ലോക്കിംഗ് ഭയങ്കര രസമായിട്ട് നമുക്ക് ആ ഒരു സ്പീഡ് തോന്നും ഓൺ സ്റ്റേജ്. ദാറ്റ്സ് നോട്ട് ഈസി. അപ്പൊ അങ്ങനെ എസ്പെഷ്യലി ഇവിടെ എനിക്ക് പേഴ്സണൽ ഫീലിംഗ് അവനെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് അവനെ തിയേറ്റർ ഇച്ചിരി കൂടെ കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി അവൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കൾച്ചറിൽ. തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരു നീഷ് ഓഡിയൻസ്, ഇത്ര ഒരു 50 പേര് 100 പേര് അത്രേ ഉള്ളൂ. അവരെ ഐ മീൻ ഒരു അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാത്ത കമേഴ്ഷ്യൽ വയബിലിറ്റി വളരെ ആൾക്കാരെ അങ്ങനെ ആകർഷിപ്പിക്കുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ബൈ ബൈപാസ് ടുക്ക് ദാറ്റ് സ്റ്റെപ്പ്. അത് ഇവന്റെ ടീമിന്റെ വിഷനാണ്. പക്ഷെ ആൾക്കാര് അയ്യോ നാടകം ചെയ്യുവല്ലേ, നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അങ്ങനെ ചോദ്യങ്ങളെല്ലാം വരാറുണ്ട്. ചോദ്യങ്ങളൊക്കെ സ്ഥിരം ഇങ്ങനത്തെ എക്സാക്ട് ഈ ഫ്രേസിംഗ് അല്ലെന്നേ ഉള്ളൂ. ഉത്സവമുണ്ട്. ആക്ച്വലി ഒരു 90% സമയവും ഏതാ അടുത്ത പടം എന്ന് ചോദിക്കുമ്പോ തന്നെ അതിനകത്തൊരു ലെയർ ഉണ്ട്. ഒരു നമുക്കിങ്ങനെ ഒരു കുത്തു കൊണ്ട പോലെ തോന്നുന്നു. ആക്ച്വലി നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ കുത്ത് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. പക്ഷെ 9 out of 10 times ആ ചോദ്യത്തിനകത്ത് എപ്പോഴും ഒരു അതിന് അങ്ങനെ ഉത്തരം പറയണം. അത്രേ ഉള്ളൂ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും പറഞ്ഞു ഇല്ല ഏട്ടാ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ മീൻ കച്ചവടം ദാരിദ്ര്യമാണ്. പുള്ളിക്കൊരു സന്തോഷം ആണോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു റാപ്പിഡ് ഫയർ ഒരു പരിപാടി ചോദിക്കാം. ഗിൽറ്റി പ്ലഷർ മൂവീസ് ഉണ്ടാവുമല്ലോ,
ഇതായിരുന്നു. അതല്ല അപ്പൊ എനിക്ക് റോക്ക് ആൻഡ് റോൾ ആണ് റോക്ക് എക്സാമ്പിൾ. ആൻഡ് റോളോ? എനിക്ക് ഓക്കെ. ആ മലയാളം ഇത് ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ എങ്ങനെ ഇടയ്ക്കിരുന്ന് കാണാറുള്ള അതെങ്ങനെയാണ് ഗിൽറ്റി പ്ലഷർ? പ്ലഷർ അല്ല. എന്താണ് ഗിൽറ്റി പ്ലഷർ? അല്ല നിങ്ങൾ കാണാറുള്ള വിശാഖിലും പടം ഉണ്ടോ അങ്ങനെ? ഗിൽറ്റി പ്ലഷർ അല്ലേ? എനിക്ക് ശിവാജി ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഡൗൺ ആകുമ്പോൾ രജനീകാന്തിന്റെ രജനീകാന്തിന്റെ എനിക്കൊന്നുമില്ല. ഒന്നുമില്ല. പറയാം. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇന്റർവ്യൂ ഭയങ്കര ബോറാണ്. വേറെ ചോദ്യം വേറെ ചോദ്യം ചോദിക്കാം. റോഷനോട് ചോദിക്കും. ഒരു ആനന്ദം റിലീസിന് ശേഷം ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ്. ഓ, ആനന്ദം കഴിഞ്ഞിട്ടുണ്ടായ ഫാൻ മൊമെന്റോ? ഓ, സത്യം പറഞ്ഞ ആനന്ദം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ ഫാൻ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സീസൺ അങ്ങനെ ആയിരുന്നു. നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇത് എല്ലാവർക്കും ഭ്രാന്തായതാണോ നമുക്ക് ഭ്രാന്തായതാണോ അങ്ങനെയൊക്കെ വിചാരിച്ച്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് പെട്ടെന്ന് വീട്ടിലൊക്കെ വിത്തിൻ ലൈക്ക് ഫാമിലി നമ്മളോടുള്ള ചെറിയ പെരുമാറ്റം വ്യത്യാസം. ഞാൻ അതിനു മുമ്പ് കുറെ നാള് ഞാൻ ബേസിക്കലി എഞ്ചിനീയറിംഗിന് പോയിട്ട് അത് ഡ്രോപ്പ് ചെയ്തു ആ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ BSc ഫിസിക്സ് എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ നാടകം കളിച്ച് നടക്കുമായിരുന്നു കുറെ നാള്. അപ്പോൾ ഒക്കെ ഉണ്ടായിരുന്ന ട്രീറ്റ്മെന്റിൽ പെട്ടെന്ന് ആനന്ദം തിയേറ്ററിൽ ആദ്യത്തെ 2 സിനിമകൾ വന്നപ്പോൾ പോലും ഇല്ലാത്ത രീതിയിൽ ആനന്ദം തിയേറ്ററിൽ ഒന്ന് ഹിറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വിത്തിൻ ഫാമിലി ഭയങ്കര നമുക്കൊരു സ്പേസും ചെറിയ ബഹുമാനവും ഒക്കെ. അതെ, എന്നെ കുഞ്ഞിലേ മുതൽ അറിയാവുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നിന്റെ ശബ്ദം ഭയങ്കര രസമുണ്ടെന്ന്. ഇത്ര നാൾ മിണ്ടാതിരിക്കാൻ മാത്രമല്ലേ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഭയങ്കര ചെറിയസ്റ്റ് മൊമെന്റ്സാ. വിശാഖിലോട്ട് വരുമ്പോ ഒരു ഫാൻ മൊമെന്റ്? എനിക്ക് ഒരു ഫാൻ മൂവ്മെന്റ് ഒന്നും വിളിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മൂവ്മെന്റ് ആയിരുന്നു. പഴയ നമ്മുടെ ടീച്ചേഴ്സ് കുറച്ച് 2-3 പേരുണ്ട്. അപ്പൊ അന്ന് ഈ സിനിമ നാടകം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. പക്ഷേ 1-2 ടീച്ചേഴ്സും നമ്മളിലൊരു എന്തോ വിശ്വാസം ഉണ്ടായിരുന്നു, എൻകറേജ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പ്രൊമോഷൻസിനായിട്ട് നമ്മൾ ദുബായി പോയപ്പോൾ ഇവർക്കായിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവരുടെ കൂടെ പോയി പടം കണ്ടു. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. എനിക്ക് എന്താ പറയാ, ഒരു പയ്യനുണ്ടായിരുന്നു പുള്ളി വരുണിന്റെ ക്യാരക്ടർ പോലെ ലൈഫിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ പേരുണ്ട്. അതായത് എനിക്ക് ഇവരെയൊക്കെ കൊണ്ടുപോയി ഇവരാരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഓസ്ട്രേലിയ അവനെ ഗണേശനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. പുള്ളി ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഐ മീൻ ലിറ്ററലി ഇറ്റ് ഈസ് കണക്ടിങ് ടു പീപ്പിൾ. നമ്മുടെ ഫസ്റ്റ് സിനിമയാണ്, നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല ഇത് എങ്ങനെയാ. എനിക്കൊക്കെ സത്യം പറഞ്ഞ ഒരു 1 year ഒക്കെ എടുത്തു, അല്ലെങ്കിൽ 6 മാസങ്ങൾ എടുത്തു. ഓ, ഇത് ഹിറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം എനിക്കറിയില്ല ഇത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് പടം ആയിരിക്കും ഈ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സോ ഇത് അതെ, പക്ഷേ ദാറ്റ് റിയലൈസേഷൻ ഓഫ് ദിസ് വാസ് എ സക്സസ് എന്ന് എനിക്ക് മനസ്സിലാക്കിച്ച സമയം എടുത്തു. പിന്നെ സക്സസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് വൈസ് അങ്ങനെയൊന്നുമില്ല, ആൾക്കാർക്ക് എനിക്ക് ആ ജഡ്ജ്മെന്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ പയ്യന് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ നോക്കി ഇപ്പോൾ ഓർമ്മ വെച്ച് നിങ്ങൾക്കൊക്കെ ഫോൺ തന്നെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു വിളിച്ചപ്പം ഞാൻ ഫോൺ കൊടുത്തു. ഗണേശേട്ടൻ എന്തായാലും കൊടുത്തു, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ. 9 വർഷമായിട്ട് ഇപ്പം ഞങ്ങള് തോമസിലോട്ട് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അന്ന് നിർത്തിയതാ ഫോൺ വിളി. എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് തോന്നുന്നു കറക്റ്റ് ടൈമിലാ വരാറ്. അപ്പോൾ എനിക്ക് എന്തോ മറ്റേ ചെറിയ ഈഗോ ബൂസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം. ഇപ്പം ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ചെറിയ ജസ്റ്ററൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര ഒന്നുകൂടെ പിടിക്കാം നമുക്ക് എന്നുള്ളൊരു സാധനം. അതാണ് തോന്നുന്നു ഇത്രയും ഈ 50 വർഷം എന്നൊക്കെ പറയുന്ന സാധനം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പല ചെറിയ ചെക്ക് പോയിന്റിലൊക്കെ പുറകോട്ട് വലിയാൻ തോന്നുമ്പോൾ ഒന്ന് മുന്നോട്ട് വരാൻ അങ്ങനെ പലരാന്ന് തോന്നുന്നു കാരണമായിരിക്കുന്നു. അപ്പം വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാൻ തിയറി ഉണ്ടായിരുന്നു ഞങ്ങളെ കുറിച്ച്. കുപ്പി ആൻഡ് ഗൗതം സീക്രട്ട്ലി ലവേഴ്സ്. കണ്ടോ ഇവിടെ കണ്ടോ ഒരു മോച്ച് ഈ ഡയലോഗിന്റെ അർത്ഥം ശരിക്കും ഇതാണ്. റെഡിറ്റിനൊക്കെ മുന്നായത് തിയറീസ് പക്ഷെ എന്നും ഉണ്ടായിരുന്നു. തിയറീസ് കേട്ടിട്ട് അവസാനം ഞങ്ങൾക്ക് തന്നെ സംശയമായി. ഇങ്ങനെ നമ്മുടെ ഗണേശേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം അങ്ങനെ ഒരു ഇതൂടെ ഉണ്ടോന്നല്ലേ. ഇത് വേറൊരു ഭയങ്കര പൊളി സാധനം ഉണ്ടായത്, ഞാൻ നേരത്തെ ഇപ്പൊ ഈ ഫോൺ സൈലന്റ് ആക്കുന്നതിന്റെ ഒരു റൗണ്ട് കോമഡികൾ ഇവിടെ നടന്നില്ലേ. അപ്പോ ബേസിക്കലി ആ സമയത്ത് ഞങ്ങള് മീറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തം ഞാൻ മഞ്ചാടി കുരു എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടാണ്
ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആദ്യം അതൊരു നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സിനിമയൊന്നും നമുക്ക് ആക്സസിബിൾ അല്ലാന്ന് വിചാരിച്ചു. മഞ്ചാടിക്കുരു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇത് ആരായി ഡയറക്ടർ അഞ്ജലി മേനോൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും പിന്നീടാണ് ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കാണുന്നത്. അപ്പം ഞാൻ ഇവരുടെ കൂടെ ഞങ്ങൾ ആദ്യം ചെല്ലുന്ന സമയത്ത് എപ്പോൾ എൻ്റെ ഫോൺ അൺനോൺ നമ്പർ അടിച്ചാലും ഞാൻ ഒരു സെക്കൻഡ് അഞ്ജലി മേനോൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കോൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ദൂരെയുള്ള ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഫോൺ അടിച്ചാൽ ആയിരുന്നു മെയിൻ ഇത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇതൊരു റണ്ണിങ് ജോക്കായി. ഇവന്മാരൊക്കെ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ആനന്ദ് പറഞ്ഞു കഴിഞ്ഞിട്ട് അഞ്ജലി മാം ഗണേശനെ വിളിച്ചു. എന്നിട്ട് ഗണേശൻ എനിക്ക് ഫോൺ തന്നു. ഫോൺ തന്നിട്ട് മാം പടം കണ്ടു, ഭയങ്കര ഇഷ്ടമായി, നല്ല പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു ഭയങ്കര മൊമെന്റ് ഫീൽ ചെയ്ത് എനിക്ക്. ഞാൻ കൂടുതൽ അഭിനയിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും മാം മെസ്സേജ് അയച്ചു. ഞാൻ മാമിന്റെ അടുത്ത് ഈ കഥയൊക്കെ പറഞ്ഞു മാറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ സൈലന്റ് ആക്കിയപ്പോ ഇപ്പോഴും അത് ഈ ഞാൻ ജനറേറ്റർ ക്വസ്റ്റ്യൻ നോക്കി. ആനന്ദം സിനിമ ഒരു ക്രിഞ്ചാണെന്ന് ഇപ്പൊ ആൾക്കാർ കുറച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന് ഇപ്പോഴും ഒരു ഫാൻ ബേസും ഉണ്ട്, വേറൊരു ഫാൻ ബേസും ഉണ്ട്, ക്രിഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ, ലൈക്ക് വാട്ട് ഈസ് ക്രിഞ്ച്? നിങ്ങൾ ഒരു ഈ സിനിമ അല്ല ക്രിഞ്ച് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഇരിക്കുന്ന മൂഡ് പോലെ ഇരിക്കുന്നത്. ഇപ്പോ ശിവാജി ഗിൽറ്റി വാച്ച് ആണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എത്രയോ പേർക്ക് ആനന്ദം ഗിൽറ്റി വാച്ച് ആയിരിക്കും. അതെ, എത്രയോ പേർക്ക് ആനന്ദം ഗിൽറ്റി പ്ലഷർ ആയിരിക്കാം, ചിലർക്ക് ക്രിഞ്ച് ആയിരിക്കാം, ചിലർക്ക് അത് ഭയങ്കര യുനോ ലൈക്ക് സോൾഫുൾ ആയിട്ട് തോന്നാം. ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. പലപ്പോഴും നമ്മൾ ഇരുന്ന് ഒരു പടം കാണുന്ന മൂഡ് പോലും നമുക്ക് ആ പടത്തിനോടുള്ള ഫീലിംഗ് ജഡ്ജ്മെന്റും ഒക്കെ എഫക്ട് ചെയ്യും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ അടുത്ത് ഇങ്ങനെ തമാശക്ക് പറയുമായിരുന്നു, ഈ ആനന്ദത്തിനെ ട്രോൾ ചെയ്തുകൊണ്ടിരുന്ന പല പേജസും ഇപ്പൊ മറ്റേ 2025 ആനന്ദം ബോയ്സ് എന്നും പറയുന്നുണ്ട്. ഇനി നാളെ ഇത് തിരിച്ച് അപ്പുറത്ത് തന്നെ എത്തുകയും പിന്നെ ഈ മറ്റേ ഹേർഡ് മെന്റാലിറ്റി എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ടല്ലോ. എല്ലാവരും ഒരു സാധനം അടിപൊളിയെന്ന് പറയുമ്പോൾ അത്ര ഒന്നും ഇല്ലല്ലോ, ഇല്ല പോരാ, പുച്ഛിക്കാൻ കുറച്ച് പേരുണ്ടാവും. ഇതൊക്കെ ഫാക്ടേഴ്സ് ആണോ? ഇപ്പോഴും ഈ ആനന്ദം കോളേജ് വൈബ് ഇപ്പൊ നിങ്ങൾ 4 പേർക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ആർക്കായിരിക്കും ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ വൈബ് ഇപ്പോഴും ഉള്ളത്? അണിഞ്ഞൊരുക്കി നടക്കൽ. ഇവരാരും അണിഞ്ഞൊരുക്കുന്നില്ലെന്നാണ് സമാധാനത്തിനുണ്ട് പറഞ്ഞോണ്ട്. അരുണാണ് അല്ലേ? തോമസ് അല്ല, തോമസ് വളരെ സീരിയസ് ആയിരുന്നു. അവൻ വന്നപ്പോ തന്നെ ഇങ്ങനെ ക്യൂട്ടാണ്. പക്ഷെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയാണ്. അരുൺ ഇപ്പോ ഇവരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ ഏതായിരിക്കും? ലൈക്ക് ഇപ്പൊ വിശാഖിന്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തോന്നിയൊരു സിനിമ? ഈ ഫുട്ടേജ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫുട്ടേജ്. പിന്നെ എന്താ പറയാ, എനിക്ക് റോന്ത് ഞാൻ കണ്ടിട്ട് അവന് മെസ്സേജ് അയച്ചില്ലായിരുന്നു. അവൻ കൂടുതൽ അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടം അവൻ്റെ വർക്ക്സ്. അവൻ കഷിപ്പ് പടത്തിൻ്റെ പേര് ചോക്കിൽ നൈസായിരുന്നു. തൊമ്മ ഓഫ് കോഴ്സ് തുടരും, അടിപൊളിയായിരുന്നു. പോരിൽ അവൻ ഇട്ട എഫേർട്ടും എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. വിശാഖിനും എനിക്ക് അരുണിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലോക തന്നെയാണ്. അതൊരു കോമഡി സൈഡ് പിടിച്ചോണ്ടാണ്. അല്ല, ബിക്കോസ് ആ സൈഡ് അധികം ആൾക്കാർ കണ്ടിട്ടില്ല. നമുക്കറിയുന്ന ഒരു അരുൺ കുര്യൻ ഉണ്ടല്ലോ, അത് എല്ലാ പടത്തിലും ഡയറക്ടർ വിവേകിന്റെ ഒരു ഇന്റർവ്യൂ കോമഡി സൈഡ് നമ്മൾ പിടിച്ചിട്ടില്ല. ഗംഭീരമാണ്. കുറച്ച് വിശാഖ് പറഞ്ഞത് നമ്മളൊക്കെ ഒരു ബോക്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് പുറത്തോട്ട് ആസ് എൻ ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്, ആസ് എ ഹ്യൂമർ അല്ലെങ്കിൽ എന്താണേലും. പക്ഷേ ഒരു അവസരം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പൊ അവസരം കിട്ടിയത് ഇതിലാണ്. അപ്പൊ 9 വർഷം വെയിറ്റ് ചെയ്തു ഒരു ഹ്യൂമർ പരിപാടി കിട്ടാൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര കംഫർട്ടബിൾ ആണ് ചെയ്യാൻ. എനിക്ക് ഇഷ്ടമാണ് കോമഡി, ഇഷ്ടമാണ്. പക്ഷെ ഇറ്റ്സ് എ വെരി ട്രിക്കി സ്പേസ്. പിന്നെ ആ ഡയറക്ടറും റൈറ്ററും, അതെ, ഐ മീൻ ഡയറക്ടറും റൈറ്ററുമായിട്ടും ഒരു റാപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു ഡയറക്ഷനും കൂടെ സെറ്റായാലേ അത് കറക്റ്റായിട്ട് പാൻ ഔട്ട് ആവത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആനന്ദം ഞങ്ങളെ കൺസിസ്റ്റന്റ്ലി ചിരിപ്പിച്ചോണ്ടിരുന്നത് ഇവനാ. ആ പടത്തിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആദ്യം കുറച്ചാള് ഒരു ആ സമയത്ത് ഞങ്ങളുടെ ഫോട്ടോസ് ഉണ്ട്, ഭയങ്കര രസമാണ് കാണാൻ. ആ സമയത്ത് ഇവൻ പറയില്ല, അങ്ങനെ എല്ലാം ഇങ്ങനെ പിടിച്ചു വെക്കും. ആ രസം ആ സമയത്ത് എനിക്ക് സമയം എടുക്കും. ഭയങ്കര സ്ലോ ആ ലൈഫില്. എനിക്ക് സമയം എടുക്കും ആക്ച്വലി ഒന്ന് ആൾക്കാരോടൊന്ന് സെറ്റ് ആവാനും. ആനന്ദല്ലേ ഫസ്റ്റ് ഒന്ന് പൊളിച്ച് ഷെല്ലൊക്കെ പൊളിച്ചു എല്ലാവരും കൂടെ റൂമിൽ ഇരിക്കുന്ന ഒരു സമയത്ത്. സോ യെസ്, ഹാപ്പിയാണ്. വിശാഖിന് ഇപ്പൊ ബാക്കി റോഷന്റെ റോഷൻ വിളിച്ചപ്പോഴും ഞാൻ നമ്മൾ പറഞ്ഞ കാര്യം, റോന്തിലെ അവന്റെ പെർഫോമൻസ് എനിക്ക് ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതായിരുന്നു. ആൻഡ് തുടരും ഫോർ തൊമ്മ. കാരണം അഗൈൻ ബിക്കോസ് തൊമ്മേനെ പോരിൽ അടിപൊളിയായിരുന്നു, പക്ഷെ പോരിൽ അവന്
കുറെ കാണിക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. ലുക്ക് വൈസ് വാസ് വെരി ഡിഫറെന്റ്. പക്ഷെ ഇതിൽ കുറെ ഒരു കുറച്ചും കൂടി മെച്യൂർ ക്യാരക്ടർ എന്നാ കുട്ടിത്തോണ്ട് കുറെ ഷെയ്ഡ്സ് കാണിക്കാൻ പറ്റും. സോ ഐ റിയലി ലൈക്ക് ഹിം. എനിക്ക് ഇവനെ മൂത്തോനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മറന്നുപോയി പറയാൻ. സോ ഗുഡ് ഇൻ മൂത്തോൻ ആസ് എ ഡെഫിനം പൊളിയൻ. റോഷനോ? എനിക്ക് ഇവര് പറഞ്ഞ സിനിമകളെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ വേറെ പറയാം. ഐ ടെൽ യു മൈ റീസൺസ് ഓൾസോ. അരുണിന്റെ തമാശ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതിനകത്ത് അവൻ ഉള്ള ഒരു പ്രസൻസ് ആണ് ആ സിനിമയിൽ, ആ ക്യാരക്ടർ. ഐ ടോൾഡ് ഹിം അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ ഈ വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞ നാടകം വർക്ക് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ്ലി കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അതില് അവൻ ആ സ്പേസ് ഹോൾഡ് ചെയ്തത് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് വേറൊരാളായിട്ടൊക്കെ തോന്നി എന്നും ഞാൻ കാണുന്ന അരുണിനെ. വിശാഖ് ആന അലറലോട് അലറൽ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഐ ടെൽ യു വൈ. അത് അവന്റെ ഏറ്റവും ബെസ്റ്റ് ആക്ടിങ് പെർഫോമൻസ് ഒന്നുമല്ല, അത് ഓഫീസർ ഓൺ ഡ്യൂട്ടി തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഹി ഹാസ് സർട്ടൻ കമാൻഡ് ഓവർ ദ മീഡിയം. ക്യാമറേനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യാം അവന്റെ ഫസ്റ്റ് ഇൻട്രോ ഷോട്ട് മുതൽ. അതൊക്കെ വേറെ. പക്ഷെ ഈ ആനയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ കുപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഹിറ്റായി ആനന്ദം കഴിഞ്ഞപ്പോൾ. പടത്തിന്റെ അത്രയും വലിയ ഹിറ്റായിരുന്നു ഇവന്റെ ക്യാരക്ടർ. അപ്പോ ആ സാധനത്തിനെ ബ്രേക്ക് ചെയ്ത് ഒരു സീരിയസ് പരിപാടിയാണ് ആനയിൽ ഇവന് പിടിക്കേണ്ടത്. അതുകൂടാതെ ഇവൻ ആനപ്പാപ്പാനാവാൻ വേണ്ടിയിട്ട് ആക്ച്വലി പോയി ഏതോ പാപ്പാമാരുടെ കൂടെ നിൽക്കലും പരിപാടിയൊക്കെ ചെയ്ത് ഇവൻ ഇവ പറഞ്ഞാൽ ആന കേൾക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു മറ്റേ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ടൊക്കെ നമുക്ക് ഇടാം എന്നുള്ളതിന്റെ ഒരു ബിഗിനിങ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. നമ്മളെല്ലാവരും ഒരുമിച്ച് തുടങ്ങിയവരാ, പക്ഷെ ചുമ്മാ വീട്ടിലിരുന്ന് സ്ക്രിപ്റ്റ് നോക്കൽ മാത്രമല്ല, വേറെയും കുറച്ച് പരിപാടികൾ ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആക്ടിങ് പെർഫോമൻസ് ഒന്നും ഒബ്ജക്റ്റീവ്ലി പറയല്ല, പക്ഷെ എന്നെ ഇൻസ്പയർ ചെയ്തു അതിനകത്ത് അവൻ ചെയ്ത പരിപാടി. തൊമ്മയുടെ നാരായണിയുടെ 3 ആൺമക്കളും പോറും രണ്ടും. പോറിൽ ബിക്കോസ് ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡൂഡ്. വേറെ ഏതോ ഒരു ഭ്രാന്ത് പിടിച്ചൊരു മച്ചാൻ. ഞാൻ ഇവനെങ്ങനെ അവന്റെ ഒരു മൂമെന്റ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് പിന്നെ നാരായണിയില് ഒരു അഗൈൻ ഒരു ഈസ് ഉണ്ട്. അതായത് എനിക്ക് ഈ മീഡിയം മനസ്സിലായി. നമുക്ക് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി കഴിയുമ്പോൾ ആദ്യമൊക്കെ ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ നിന്ന് വന്നവർക്കായിരിക്കും ചിലപ്പോ നമ്മൾ ഇത്രയും ക്യാമറയുടെ മുമ്പിൽ നിന്ന് നമ്മളെ തന്നെ ഷൂട്ട് ചെയ്തൊന്നും ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒരു സർട്ടൻ നെർവസ്നെസ് ഉണ്ട്. അത് നമ്മളെ ഭയങ്കര അടുത്തറിയാവുന്നവർക്ക് അത് പൊടിഞ്ഞു വീഴുന്ന സമയം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നാരായണിയിൽ ആ കംഫർട്ട് ഫീൽ ചെയ്തു തുടങ്ങി തൊമ്മയുടെ പെർഫോമൻസിൽ. അത് ഞാൻ അവനെ വിളിച്ച് പറയുകയും ചെയ്തു. തോമസിന് ഇവരുടെ ക്യാരക്ടർ? എനിക്ക് അരുണിന്റെ ഞാനും മമ്മയും കൂടെ പോയി കണ്ടത്. അപ്പം ഞങ്ങൾ പറയുന്ന ഓർമ്മയുണ്ട്, പാപം ചെയ്യാത്തൊരു കല്ലെറിയട്ടെ എന്നുള്ള പടത്തില് എനിക്ക് ഇപ്പൊ അവൻ ലോക്കയിലേക്ക് ഫുള്ളി അഴിഞ്ഞ പോലെ തോന്നി. അന്ന് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത പോലെ തോന്നി എനിക്ക്. ഇപ്പൊ ഭയങ്കര രസമായിരുന്നു അന്ന്. പിന്നെ ലോക ഡെഫിനറ്റ്ലി ഫുള്ളി അഴിഞ്ഞാടിയവൻ. പിന്നെ എനിക്ക് പിന്നെ തമാശ ഇത് 3 കുപ്പിയുടെ എനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി ലൈക്ക് റോഷൻ സെഡ് ടോട്ടലി. പക്ഷെ എനിക്ക് എന്തോ ഡിയർ ഫ്രണ്ടിൽ ആ സാധനം അതിനോട് ഞാൻ എടുത്ത് പറയുന്ന ഓർമ്മയുണ്ട്. അന്ന് വിളിച്ച് എനിക്കതെന്തോ ഭയങ്കര ഹൈ തന്നു. ആ രസമായിരുന്നു, അത് ലൈവായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഓണസ്റ്റ്. അപ്പം കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന ഓർമ്മയുണ്ട്. സിമിലർലി മൂത്തോൻ ഞാൻ റോഷനെ വിളിച്ച് ഞാൻ കുറച്ച് അധികം നേരം ഒന്ന് സംസാരിക്കുന്ന ഓർമ്മയുണ്ട് കണ്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ റോന്ത്, ഡെഫിനറ്റ്ലി റോന്ത്. പക്ഷെ മൂത്തോനാണെന്നോട് എനിക്കെന്തോ ഭയങ്കര അറിഞ്ഞൂടെ, എനിക്ക് ഭയങ്കര കണ്ടിട്ട് ഭയങ്കര ഒരു ആൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് വെന്റ് ഇൻടു ഇറ്റ് അതൊരു കുറേ ഉണ്ട്. ഈ നേരത്തെ ഇപ്പം മറ്റേ ആനയുടെ പറഞ്ഞ പോലെ തന്നെ ഇതില് ലോട്ട് ഓഫ് എഫേർട്ട് ഉണ്ട്. കുറച്ച് ഡയറക്ടേഴ്സിന്റെ പേര് ഞാൻ പറയാം. ഒരു ദിസ് ഓർ ദാറ്റ് ആരോട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അഞ്ജലി അല്ല, ഞാൻ 2 ഓപ്ഷൻസ് അല്ല, അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തതാണ്. രണ്ടുപേരും വിളിക്കില്ല. ഫസ്റ്റ് ആരോട് പ്രശ്നമാകും. നിങ്ങൾ വർക്ക് ചെയ്യാത്ത ഡയറക്ടേഴ്സിന്റെ കാര്യം ചോദിക്കും. ഈ ആഴ്ച അവർ വിളിക്കുന്നത് അഞ്ജലി മേനോൻ അൻവർഷിക്കായിട്ട് മാത്രം ഒതുക്കുന്നില്ല, എല്ലാരും ഈ ആഴ്ച വിളിക്കുന്നത്. അവർക്ക് ഈഗോ അടിക്കുന്നുണ്ട്. എടുത്താലും ഓക്കെ, അവരൊന്നും കാണുമല്ലോ. നീയിപ്പോ എന്തായാലും അമൽ നീരദ്, ദിലീഷ് പോത്തൻ. അമൽ നീരദ്
അൻവർ റഷീദ് ഓർ ആഷിഖ് കപൂർ, അൻവർ റഷീദ്. മാർട്ടിൻ പ്രക്കാട്ട് ഓർ ഷാഹിദ് കബീർ, ഷായ് കബീർ. അഞ്ജലി മേനോൻ ഓർ ഗീതു മോഹൻദാസ്, ഗീതു മോഹൻദാസ്. ഡൊമിനിക് കരൺ ഓർ ബേസിൽ ജോസഫ്, എല്ലാം കൂടെ ഒന്ന് പുറത്ത് അടുത്ത ചാൻസും പോയി. അടുത്ത എന്തൊരു സന്തോഷം. സത്യസന്ധമായിട്ടാണ് സത്യസന്ധമാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര മറ്റേ അല്ലേ ടു ദ പോയിന്റ്. ആഷിഖ് കപൂർ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നീ ഒന്ന് പറഞ്ഞേക്കട്ടെ, ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട്. ഇല്ല ഞാനൊന്നും പറയില്ല. അത് ഞാൻ പറഞ്ഞില്ല. അത് പറയത്തില്ല, ഡൊമിനിക്കും ബേസിലും പറയില്ല. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഗണേഷ് രാജ് ഓർ വിനീത് ശ്രീനിവാസ്, ആശാനും ആശാന്റെ ആശാനും. ഇത് പണിയാണ്, പണി തന്നെ. അല്ലെങ്കിൽ ബാക്കിന്ന് വല്ലാത്തൊരു ഇതായിരുന്നു. കുഴപ്പമില്ല പറഞ്ഞു. കഷ്ടപ്പെട്ട് 9 വർഷം വരെ നീട്ടിയതാ. നമുക്ക് വേറെ ആയിരിക്കുന്നു. ഭോജ്പുരി സിനിമയുടെ സെയിം ആയി. അവരുടെ പേര് അറിയത്തില്ല. എനിക്ക് ഗണേഷിനോട് ഇനിയും വർക്ക് ചെയ്യണം until he makes films. But I really want to work with Vinithan also. I can't pick one. കാരണം എനിക്ക് വിനീതനോട് ഹൃദയം വർക്ക് ചെയ്തിട്ടു. പക്ഷെ ഐ വോണ്ട് ടു വർക്ക് അഗെയിൻ ഫോർ എ ഇച്ചിരി കൂടെ അടിപൊളി ക്യാരക്ടർ. ഭയങ്കര ആഗ്രഹം എനിക്ക്. ഈ ആനന്ദ സമയത്ത് നിങ്ങൾ വിനീതനായിട്ടുള്ളൊരു ഉണ്ടായിരുന്നല്ലോ. ആനന്ദം കഴിഞ്ഞിട്ടും വിനീതൻ ആക്ച്വലി ഈ ഗ്രൂപ്പിൽ എത്ര തന്നെ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരാളാ. ഗ്ലൂ ആയിരുന്നു. പലപ്പോഴും ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ട് ആടാ മറ്റേ ഇവരുടെ പടം അതായത് ഇങ്ങനെ he's very invested in like each and every person. Even ഹൃദയത്തിന്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഒക്കെ he was very particular that he was part of the ഇവനെ കാസ്റ്റ് ചെയ്തത്. അതെ, അപ്പൊ അതിലായിരുന്നു ഉണ്ടാവണോന്നൊക്കെ വിനീതന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് കാസ്റ്റിംഗ് ഡയറക്ഷനോട് എങ്ങനെയാണ് പെട്ടെന്ന്. ഇവനെല്ലാം ചെയ്യും. ഇവൻ ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്, കാസ്റ്റിംഗ് ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. ആർക്കും അറിയില്ല. ഇവന് സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു കുറെ നാള്, ഇവനും ഗണേശനും കൂടെ. അത് മറ്റേ ഈ വിനീതന്റെ പടം ഓണായപ്പോഴത്തേക്കും പറഞ്ഞു ചേട്ടാ എങ്ങനെയെങ്കിലും കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. നിനക്ക് റോളില്ല, പക്ഷെ കാസ്റ്റിംഗ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിനക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ള സീൻ ഉണ്ടല്ലോ ചെറിയ. ആദ്യം തന്നെ അവനെ അല്ല, പക്ഷെ പഠിക്കണം ഭയങ്കര ആഗ്രഹം. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. ഇപ്പൊ കാസ്റ്റിംഗ് ആകുമ്പോൾ പിന്നെ നമുക്ക് പടത്തിന്റെ ഫുൾ ഡ്യൂറേഷൻ നിൽക്കുകയും വേണ്ട, ജസ്റ്റ് ഈ പ്രീ പ്രൊഡക്ഷൻ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ യു കൻ മൂവ് ടു ദ നെക്സ്റ്റ് തിങ്. ഇപ്പൊ എല്ലാ രീതിയിലും അത് വർക്കായി. അപ്പൊ അതുകൊണ്ട് ഓക്കെ. ഞാൻ ഈ ഡയറക്ടേഴ്സിന്റെ വിഷയനോട് ചോദിക്കാം. സെയിം ആണോ? ഓർഡർ മാറ്റും. വർക്ക് ചെയ്ത് വെച്ചിട്ട് സൈജു ശ്രീധരൻ ഓർ സൗബിൻ ഷാർ. ഇത് എഴുതിയിട്ടില്ല, മൂപ്പര് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. സൈജു ശ്രീധരനോ സൗബിൻ ഷാർ. കാരണം എനിക്ക് പുള്ളിയുടെ പറവ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് ആ ഒരു ഫിലിം മേക്കിംഗ് ഭാഗമാണെന്ന് ഭയങ്കര ആഗ്രഹം. ഫുട്ടേജ് ഇഷ്ടപ്പെട്ടില്ല. ഫുട്ടേജും ഭയങ്കര ഇഷ്ടം. പക്ഷെ അതോടെ ഞാൻ ഒറ്റയ്ക്ക് പറയാൻ പോലും പാടമില്ലല്ലോ. അമൽനീരദ് ഓർ ദിലീഷ് പോത്തൻ. അഞ്ജലി മേനോൻ ഓർ ഗീതു മോഹൻദാസ്. അഞ്ജലി മേനോൻ. അൻവർ റഷീദ് ഓർ ആഷിഖ് കപൂർ. അൻവർ റഷീദ്. മാർട്ടിൻ പ്രക്കാട്ട് ഓർ ഷാഹിദ് കബീർ. മാർട്ടിൻ പ്രക്കാട്ട്. ഗണേഷ് രാജ് ഓർ വിനീത് ശ്രീനിവാസ്. ഗണേഷ് രാജ്. ഡൊമിനിക് കരൺ ഓർ ബേസിൽ ജോസഫ്. ഡൊമിനിക്. ചാപ്റ്റർ 2 കിട്ടുന്നില്ലാണോ? അല്ലല്ലോ, ഡൊമിനിക് രണ്ടുപേരും അടിപൊളിയാണ്, രണ്ടുപേരും ഇൻ ദെയർ ഓൺ വേസ്. പക്ഷേ ഐ ഫീൽ what Dominic did was truly path breaking. I mean, first superhero film already അവിടെ ഉണ്ടായിരുന്നു, but to ഈ യൂണിവേഴ്സ് പരിപാടി, ഫ്രാഞ്ചൈസ് IP പരിപാടി ഇന്ത്യയിൽ കുറേ പേര് ട്രൈ ടു വർക്ക് ആവാത്ത സാധനമാണ് ഡൊമിനിക് അരുണും ശാന്തി ബാലേന്ദ്രനും നമ്മുടെ അരുൺ കുര്യനും ഒക്കെ കൂടെ സക്സീഡ് ചെയ്തത്. ഇപ്പം ഈ യൂണിവേഴ്സ് ഒരു ഫ്രാഞ്ചൈസ്, മാവൽ ഫിലിംസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, DC മാവൽ ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം
ദേ സക്സീഡഡ്. എങ്ങനെ ഉണ്ടായിരുന്നടാ, അങ്ങനെ വേണം അതെ, ഇത് rapid fire ആണ്. ഇതില് reasoning ഒന്നും കൊടുക്കാൻ എക്സ്പ്ലനേഷൻ പറ്റൂല. ഇതിപ്പോ ഒരിക്കൽ വായിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഉത്തരം പറഞ്ഞ പോരായിരുന്നു. നിങ്ങൾ 4 പ്രാവശ്യം വായിച്ച് മടുക്കൂലേ? അത് വേറെ ഡയറക്ടേഴ്സിന് ഞാൻ തന്നെ ആലോചിച്ച് ചോദിക്കാം. ആ, അനുരാഗ് കശ്യപ് ഓർ ഗീതു മോഹൻദാസ്? ഓ പാളി. പോയാ ഗീതു. ഓക്കെ. അഞ്ജലി മേനോൻ ഓർ റത്തീന? അഞ്ജലി മേനോൻ. ബേസിൽ ജോസഫ് ഓർ വെനി ശ്രീനിവാസ്? രണ്ടുപേരും വർക്ക് ബേസിൽ ജോസഫ്. ഷായി കബീർ ഓർ മാർട്ടിൻ പ്രകാട്ട്? ഷായി കബീർ. ഷായി കബീർ. Yeah. സൈജു ശ്രീധരൻ ഓർ സൗബിൻ ഷാരൂഖ്? ഇത് അൺഫെയർ ആണ് കേട്ടോ. ഇത് മാത്രം ഞാൻ രണ്ടും പറഞ്ഞോട്ടെ. ഇത് മാത്രം. അപ്പൊ എല്ലാവർക്കും ആരും അവസാനത്തേത് ആൻസർ ചെയ്തില്ലല്ലോ. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, നീ പറഞ്ഞു. ഇത് എനിക്ക് രണ്ടുപേരോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. രണ്ടുപേരുടെ കൂടെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതും രണ്ടുപേരും ഓരോ സിനിമയും ഡയറക്ട് ചെയ്തിട്ടില്ല ഇതുവരെ, അല്ലേ? ഈ 2 പടവും കണ്ടിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിട്ടില്ല രണ്ടുപേരും. ലാസ്റ്റ് ഗണേഷ് രാജ് ഓർ? ഇനി ലാസ്റ്റ് ഉണ്ടോ? ഗണേഷ് രാജ്. ഓപ്ഷൻ വേണ്ടായിരുന്നു. ഗണേഷ് രാജ്. തോമസിനോട് ചോദിക്കാം. ആലോചിച്ചു നേരെ. എന്താണ് തരുൺമൂർത്തി ഓർ ഗണേഷ്? അത് ഡിഫിക്കൽട്ട് ഫസ്റ്റ് ചോദ്യം. പറഞ്ഞാൽ പറ്റുമോ? അത് പിക്ക് ചെയ്യണം. ഇതുവരെ ഞങ്ങൾ എല്ലാരും പിക്ക് ചെയ്തു. ഇവിടെ അങ്ങനത്തെ ചോദ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അനുരാഗ് കശ്യപ് ഓർ ഗീതു മോഹൻദാസ്? ശരിയാ ശരിയാ. അനുരാഗ് സാർ എന്തായാലും ഇന്റർവ്യൂ കാണാൻ പോകും. ആക്ച്വലി ഗീതുവിനെക്കാളും കാണാൻ സാധ്യത അറിയില്ലല്ലോ. ഗണേശൻ സോഷ്യൽ മീഡിയയിലല്ലോ. 3 ഉത്തരം വേസ്റ്റ് ആയി. ഇത് ഞാൻ മറ്റേ ഓപ്ഷൻ എടുക്കുക. നമ്മൾ ഗണേശനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ തരുമുണ്ട് ഈ ഭാഗം കട്ടിയതാണ് ഞാൻ. ഇല്ല, കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു. കോൺഫിഡന്റ് ആയിട്ടാ. എനിക്ക് 2 പേരുടെയും കൂടെ വർക്ക് ചെയ്യണം. കാരണം അല്ല ഇല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിത് ഓപ്ഷൻ എടുക്കുക. ഞാൻ എന്ത് ചെയ്യുന്ന നീ റിഗ്രറ്റ് ചെയ്തു പിന്നുള്ളതിൽ. ഇത് ഒരു ലൈഫ് ലൈൻ ഒരെണ്ണത്തിൽ മാത്രം. തരുൺമൂർത്തി എങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആനന്ദ റിയൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഗണേശൻ ഞാൻ രണ്ടും കൂടെ അടിപൊളിയായിട്ട് ചാർട്ട് ചെയ്യും, എന്നിട്ട് 2ഉം ചെയ്യും. നീ ഫോൺ എടുക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. നീ ഞങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വായിച്ചു. എന്ത് പറഞ്ഞാലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൻവർ റഷീദ് ഓർ അമൽനീർ? അഞ്ജലി മേനോൻ. ഇത്ര ആലോചിക്കാനൊന്നും പറ്റൂല. പെട്ടെന്ന് റാപ്പിഡ് ഫയർ പെട്ടെന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് തോന്നിയ സാധനം അമൽനീർ. ഞാൻ പോയി കുറെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് കണ്ടിട്ടൊക്കെ ഉണ്ടോ അമലാണ്? മാർട്ടിൻ പ്രക്കാട്ട് ഓർ ഷായി കബീർ? ഷായി കബീർ. അഞ്ജലി മേനോൻ ഓർ ഗീതു മോഹൻദാസ്? രണ്ടുപേരെടുത്ത് ഞാൻ കുറെ പ്രാവശ്യം 4 മണിക്കൂർ ഇത് പറയാമോ? അതെ, ഞാനാണല്ലോ ഒറ്റയ്ക്ക് 4 മണിക്കൂറാക്കി. എത്ര എക്സ്പ്ലനേഷൻ. അഞ്ജലി മാം. അഞ്ജലി മേനോൻ. ഓക്കെ. ഡൊമിനിക് ഓർ ബേസിൽ ജോസഫ്? ബേസിലാണ്. ബേസിൽ. ദിലീഷ് പോത്തൻ ഓർ മധു സി നാരായൺ? ഭയങ്കര ഹാർഡാട്ടോ. സോറിടാ, ഞാൻ കൂടെ ഉണ്ട്. നമുക്ക് 3 ഓരോന്ന് ചോദിക്കാം. ആലോചിച്ചു എന്നോട്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഒരാൾ എനിക്കറിയാം. ദിലീഷ് ചേട്ടൻ. ദിലീഷ് ചേട്ടൻ. ഓക്കെ. ഫസ്റ്റ് ചോദിക്കാൻ ചോദിച്ചു. ജിത്തു മാധവൻ ഓർ ലിജോ ജോസ് പെല്ലിശ്ശേരി? പുതിയ റൗണ്ടോ? ജിത്തു മാധവൻ ഓർ ലിജോ ജോസ് പെല്ലിശ്ശേരി? ജിത്തു മാധവൻ. ഓ ആണല്ലേ?
ജഡ്ജി അല്ലേ നീ നീ ഫോണോട് ചോദിച്ചോ ഖാലിദ് റഹ്മാൻ और ചിദംബരം. ആ പൊളി പൊളിച്ചു. ഖാലിദ് റഹ്മാൻ. എനിക്കൊന്നുമില്ല. ഇവിടെ ഖാലിദ് റഹ്മാൻ or ചിദംബരം. എവിടെങ്കിലും പോയി ജീവിക്കും. ഖാലിദ് റഹ്മാൻ or ചിദംബരം കുപ്പി പറ. റഹ്മാൻ ചിദംബരം എന്നോ? എന്നോട് നിന്റെ റൗണ്ടില്ലടാ. അവിടെ തപ്പാൻ തുടങ്ങി. നീ പറഞ്ഞ പണിയൊന്നുമില്ല എന്നാലും ചെന്നിട്ട് ഒരുപാട് പരിപാടികളാണ്. പോയിട്ട് മൈൻഡപ്പ് ചെയ്യാന്നല്ലേ. കഴിഞ്ഞോ? നമ്മള് ഷൂട്ട് ബാക്ക് ഇല്ല. നമ്മളെ പണിയിലാക്കിയിട്ട് ഷൂട്ട് ബാക്ക് എന്താണോ തിരിച്ചു പറയുന്നത് അതൊന്നുമായിട്ട് കാണണ്ട, പറഞ്ഞാ മതി. ഫായ ഡിസൂസ നികേഷ് കുമാർ. പുറകെ കുറച്ചേരം നിൽപ്പുണ്ട് കൈകാര്യം ചെയ്യുന്ന. ഫായ ഡിസൂസ നികേഷ് കുമാർ. ഫായ ഡിസൂസ നികേഷ് കുമാർ. മമ്മൂട്ടി ഒരു മോഹൻലാൽ. ഹീസ് ഗോട്ട് ഫയർ. മമ്മൂട്ടി ഒരു മോഹൻലാൽ. അയ്യോ വേണം. നമ്മള് ബാക്കി സിനിമകൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഇന്നത്തോടെ പരിപാടിക്ക് തീരുമാനം. അത്രയും പേര് ഇനി വിളിക്കൂല. അവര് കൊറേ പറഞ്ഞു പ്രൊമോട്ട് ചെയ്യണം. ആണല്ലേ? ഷോട്ട് മേക്കേഴ്സ്, റോക്ക്, അണ്ടർടേക്കർ എല്ലാവരും ഉണ്ട്. ഒരുപാട് റീൽസ് കാണാറുണ്ട്. അല്ല ഭയങ്കര ഫണ്ട്. അയ്യോ വേണ്ട, ടിസ്ക അങ്ങനെ പറയാൻ പാടില്ല. നല്ലൊരു സിനിമയാ. കുടുംബചിത്രം ഫണ്ടെന്ന് പറയാൻ അല്ല, വി ആർ ഹാവിംഗ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ്. ഞങ്ങൾ ഒരുമിച്ച് കുറെ ഒരുപാട് ഫുൾ ഫൈറ്റ് പരിപാടി. കൂടുതലും ഫൈറ്റ് പരിപാടികളാ. ഇതവിടുന്ന് കിട്ടിയതാ ഈ പാട്. ഇത് പണ്ടുണ്ടായിരുന്നു. എന്നെ കാണിക്കാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് ബീൻ എ ലോട്ട് ഓഫ് ഫൺ. ഒരു അടിപൊളി ടീം, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു ടീം. കുറെ പുതിയ ആക്ടേഴ്സ് കുറെ പേര് വന്നിട്ടുണ്ട്. അടിപൊളി ടാലന്റഡ് ആയിട്ടുള്ള കുറെ നല്ല പുതിയ ടീമാണെന്ന് തോന്നുന്നു. പുതിയ ടീമാണ്. അപ്പൊ ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു ഇത് അടിക്കണം എന്നുള്ള ഒരു എനർജി എല്ലാവർക്കും ഉണ്ട്. ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് പരിപാടി. നമുക്ക് കൊച്ചിനെ പോലെ WWF റോക്ക്, അണ്ടർടേക്കർ ഈ പോപ്പ് കൾച്ചറിന്റെ ഭാഗമാണല്ലോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഒരു സിനിമ, ഇന്ത്യയിലെ വേൾഡില് ചിലപ്പോൾ കാണുമോ എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി അമേരിക്കയിൽ വന്നിട്ടില്ല. അർജുൻ അശോകനുണ്ട്. നിങ്ങൾ അർജുൻ, ഇഷാൻ, ഷൗക്കത്ത്. പിന്നെ ഉണ്ട് ഒത്തിരി പേര്. ആക്ച്വലി കുറെ അടിപൊളി ആക്ടേഴ്സ് ഉണ്ട്. വിശാഖ് പറഞ്ഞ പോലെ പേരെടുത്ത് സിദ്ദിഖ് സർ ഉണ്ട്. ബാക്കിയൊക്കെ ന്യൂ ഫേസസ് ആണ്. മ്യൂസിക് അങ്ങനെ ഒരു പ്രത്യേകത. പിന്നെ ആനന്ദേട്ടനാ ക്യാമറ. അപ്പൊ ഞങ്ങള് 3 പേരും ഉണ്ട് ആനന്ദത്തിൽ നിന്ന്. ഇവനെ ആനന്ദേട്ടന് ഇടയ്ക്കിടയ്ക്ക് അവിടെ കുപ്പിന്ന് വിളിക്കും. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കുപ്പി. പക്ഷെ ഒരു പള്ളിപ്പെരുന്നാളിന് മൂടാ എല്ലാ ദിവസവും ഷൂട്ടിന്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും 100-150 പേര് കാണാനും, പിന്നെ റിങ്ങും, പല കളറിലെ ലൈറ്റും, ഇടിയും, കോസ്റ്റ്യൂംസും, ഭയങ്കര ഷൂട്ട്. ആക്ച്വലി ഞാൻ ഇത് ആനന്ദം കഴിഞ്ഞിട്ട് ഇവന്റെ കൂടെ ചെയ്യുന്ന മാച്ച് ബോക്സ് 3ാമത്തെ പടമാണ്. ഞങ്ങള് ഇടയ്ക്ക് മാച്ച് ബോക്സ് പടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഇറ്റ്സ് ഗ്രേറ്റ്. ലൈക്ക് പല പോയിന്റിലാണല്ലോ ക്യാച്ചപ്പ് ചെയ്യുന്നത്. മാച്ച് ബോക്സ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആയിരുന്നു. നമ്മൾ രണ്ടുപേരും മറ്റേ ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കുക. എടാ ഇങ്ങനെയൊക്കെ അല്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതൊക്കെ തന്നെ അല്ലേ എടുക്കണ്ടേ. അപ്പൊ അന്ന് അരുൺ കുര്യൻ വെളിപാടിന്റെ പുസ്തകം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ജിമിക്കി കമ്മലൊക്കെ കയറി എന്റെ അമ്മ ലൈഫേ മാറിപ്പോയി ആ സമയത്ത്. അവന്റെ വേറെ സിനിമകള് ചത്തപ്പച്ച അല്ലാതെ ഷൂട്ട് തീർന്നിട്ട് റിലീസിന് ഒരു 1-2 പടങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ അനൗൺസ്മെന്റ് പരിപാടിയൊക്കെ വരുന്ന പോലെ അറിയുന്നതായിരിക്കും ഭംഗി. തോമസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കമ്മിറ്റ് ചെയ്തു. പക്ഷെ അത് പറയാറൊന്നും ആയിട്ടില്ല. സിനിമയാണല്ലോ, അത് നടക്കട്ടെ. വേറെ അല്ലാണ്ട് ഇങ്ങനെ വരുന്ന കേൾക്കുന്നു. ഓരോ ഡയറക്ടേഴ്സിനെ ഞാൻ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നു. അങ്ങനെ നന്നായിട്ട് പോണു. എടാ നീ ഓടിച്ചിട്ട് പിടിക്കുന്ന പറയുമ്പോ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഞാൻ
ഒരു ബർത്ത്ഡേ ഒക്കെ അങ്ങ് ക്രാഷ് ചെയ്യും ഒരു സമയത്തൊക്കെ, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. എടി, എന്ത് ആ പരിപാടി ഭയങ്കര പരിപാടിയാ. വെരി പഠിപ്പിച്ചാടോ ഇതൊക്കെ. അതായത് അതിന്റെ ആവശ്യം തോന്നുന്നില്ല. ചെയ്യുന്നുണ്ട്. ഒരു ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ ക്രാഷ് ചെയ്യാന്ന് വെച്ചാൽ അത് എന്താ ഞാൻ ഒരിക്കലും കാസ്റ്റ് ഞാൻ അമലേട്ടൻ അങ്ങനെ പോയി കണ്ട പ്രാവശ്യം. ഓ മൈ ഗോഡ്, ഡാർക്ക്. ആ അമലേന്റെ ബർത്ത്ഡേക്ക് അല്ല നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ പറയില്ല. എന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു, പക്ഷെ ഞാൻ അവിടെ ക്രാഷ് എല്ലാവരും അങ്ങനെ ഓരോ പോയിട്ടുണ്ട്. വഴി to meet directors and to get a chance. Actually, it's very നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കാസ്റ്റിംഗ് ഉറപ്പായിട്ടും ഞാൻ എന്തായാലും ഉണ്ട്. ഉറപ്പായിട്ടും. ഇത് കുറച്ച് നാൾ മുന്നേ കേട്ടോ, ഒരു 2-3 years ago. നോ ബട്ട് ഐ വുഡ് റെസ്പെക്ട് യു. കാരണം ആ ഒരു സാധനം ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ലാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ പറഞ്ഞ നെറ്റ്വർക്ക് ചെയ്ത് ആൾക്കാരെ പോയി കണ്ട് മീറ്റ് ചെയ്ത് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ദാറ്റ്സ് വെരി ഹാർഡ്. ഹാറ്റ്സ് ഓഫ് ടു യു. ദാറ്റ്സ് ഭയങ്കര ഹാർഡ്. അത് ഭയങ്കര പൊളിയാ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇങ്ങനെ നടന്ന് അടുത്തുവരെ എത്തിയിട്ടുണ്ട്, പക്ഷെ എനിക്കിത് വരൂല. ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു പടം, അടിപൊളിയായിരുന്നു. ശരിയപ്പോ അത് എനിക്ക് അതിനപ്പുറത്തേക്ക് മറ്റേ പിന്നെ ഞാൻ ഐ തിങ്ക് മാക്സിമം ഐ മാനേജ്ഡ് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും സെറ്റ് ആവട്ടെ. അതെ 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 എല്ലാവരും സെറ്റ് ആവട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഇതിനൊരു ഫൺ? Man, thank you for having us. It was so nice to ഞങ്ങൾ ഇച്ചിരി ഓൾറെഡി സംസാരിച്ച് ഞങ്ങൾ കാണുന്നതിന്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ബിക്കോസ് ദിസ് ഈസ് ആഫ്റ്റർ 9 years ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊരു ഗ്രൂപ്പ് കോളിലൊക്കെ വേണോ ഇത് എന്താ അപ്പൊ ഗണേശന്റെ ബർത്ത്ഡേ ഇനിയാന്ന് അജയ് വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൈം സ്കെഡ്യൂൾ ചെയ്തിട്ട് എല്ലാം ഗ്രൂപ്പ് കോൾ. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കുറെ നാൾ കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഗേൾസ് ഇല്ലായിരുന്നു ഒന്നാലും ഗണേഷ് അവരറിഞ്ഞത് നിങ്ങളുടെ പരിപാടി? ഗണേശേട്ടൻ അറിയാം, ആനന്ദേട്ടൻ അറിയാം. ഗണേശന്റെ ബർത്ത്ഡേ ഞങ്ങൾ വിളിക്കുന്നത്. ബട്ട് ഈ നമ്മൾ ഇത്രയും നാളായിട്ട് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ഭയങ്കര ലെവൽ ഓഫ് കംഫർട്ട് ഉള്ളത് കൊണ്ടും ഈ ഫെമിലിയാരിറ്റിയിൽ നിന്ന് പറഞ്ഞു പോയ മണ്ടത്തരങ്ങളൊക്കെ ക്ഷമിക്കും. കുറെ നാൾ കഴിഞ്ഞ് കാണുന്നു, അതിൻ്റെതായ ഓരോ രസം. പിന്നെ വേണ്ടത് നമുക്ക് ആക്ച്വലി ഒരു കോളിലൊക്കെ ഒതുക്കിയാ മതിയായിരുന്നു. താങ്ക് യു ഫോർ ഹാവിംഗ് us again. Thank you. താങ്ക് യു വെരി മച്ച്. ഇനിയും ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് 4 പേർക്കും വരട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വീണ്ടും സാധിക്കട്ടെ. ആനന്ദം 2 ഉണ്ടാവും. ഉണ്ടാവണമെന്ന് എനിക്ക് പേഴ്സണലി ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പ്ലാനുകളൊക്കെ ഉണ്ട്. ഗണേശൻ കുറച്ച് അധികം ഫിലോസോഫിക്കൽ. അപ്പൊ പുള്ളി മറ്റേ സിനിമയിൽ പറഞ്ഞാൽ 30 വർഷത്തിന് ശേഷം നമ്മൾ ഇതേ സ്ഥലത്ത് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഒരു അപ്പൊ 2046 50-60 വയസ്സായ നമ്മൾ അടിപൊളി പടമായിരിക്കും ആക്ച്വലി. തൊമ്മയ്ക്ക് നടുവേനെ വോക്കറിലായിരുന്നു. ശരിക്കും നിങ്ങൾ 4 പേരുണ്ടല്ലോ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? അത് പറയുക നമ്മൾ 3 പേര് വെച്ചാലും 4 പേരുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആവും. നമ്മളെല്ലാരും ഇല്ല ഇവിടെ. ഗേൾസ് ആണെങ്കിലും അവരില്ല, ഗണേശേട്ടില്ല, ആനന്ദേട്ടില്ല. 2025 ഇതുകൊണ്ടാണ് നിങ്ങൾ അപ്പം വി ആർ ഓൾസോ തിങ്കിങ് അബൌട്ട് ദം ആൻഡ് താങ്കിങ് യു. അവരും ഭയങ്കര പൊളി. ഇപ്പൊ ഗണേശേട്ടനും 2025 ആക്ച്വലി ഭയങ്കര ഒരു ലാൻഡ്മാർക്ക്. ഐ മീൻ ലൈക്ക് ഇപ്പൊ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, പക്ഷെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ പൂക്കാലം എന്ന് പറയുന്ന സിനിമ ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയി. ഇന്ന് കുട്ടായിട്ട് അവാർഡ് കിട്ടില്ലേ എന്നാണത് വാങ്ങിച്ചത്. ഐ മീൻ ലൈക്ക് ബ്രോഡ്കാസ്റ്റ് മിഥുൻ അവാർഡ്, ഫസ്റ്റ് പടം, ഫസ്റ്റ് നാഷണൽ അവാർഡ്. അത് ആനന്ദം കഴിഞ്ഞിട്ട് അത്ര നാള് കഴിഞ്ഞിട്ട് ചെയ്യാൻ അതൊരു ഭീകര റിസ്കി പ്രോജക്റ്റ് അല്ലേ. അതിലും ഉണ്ട്, നമ്മൾ രണ്ടുപേരും ഉണ്ട്. ഞാനില്ലടാ. ഇല്ല ശരിയല്ലേ? അന്നു ഉണ്ട്, കാലഘട്ടം വേറെ. സോ യാ, അന്നു ഓൾസോ ഡൂയിങ് ലൈക്ക് യുനോ അവളുടെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ള വർഷം. ഇറ്റ്സ് ബിഗ് ഇയർ ഫോർ എവരിബഡി. ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നിങ്ങൾ ആ ടാറ്റു മോൾ സൂചി മോളുള്ള പേര് നിങ്ങൾക്ക് പടം കഴിഞ്ഞില്ലായിരുന്നു? കുറെ പിന്നെ കുറെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് മറ്റേ ടാറ്റു സാധനമൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പൊ ബോളിവുഡിലെ റോഷൻ ഒന്നും ചോദിക്കുന്നില്ലല്ലേ? ഇല്ല, ഇപ്പൊ അത് മറ്റേ പാൻ ഇന്ത്യ എന്നുള്ള സാധനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ഓക്കെ, അപ്പൊ ഇനിയും നല്ല പ്രോജക്റ്റുകൾ വരട്ടെ. എല്ലാരും എത്തിച്ചേർന്നതിൽ എന്തായാലും പറഞ്ഞവരൊന്നും വിളിക്കൂലല്ലോ, അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇവരെങ്കിലും വിളിക്കട്ടെ. പ്രോജക്റ്റുകളൊക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ എവരി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ഡൂയിങ്.